നമസ്കാരം, എല്ലാവർക്കും ഹാബിറ്റസ് പീഡിയയുടെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയാണ് കവർ ചെയ്യാൻ പോകുന്നത്. ഇന്ത്യൻ ഹിസ്റ്ററിൻ്റെ 10th പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള SCRT ബേസ്ഡ് റിവിഷൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ഈ വീഡിയോ. അപ്പോൾ നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററി മൊഡ്യൂൾ വരുന്നത് 3 ആണ്. മൊഡ്യൂൾ 3യിലാണ് സിലബസിൽ കിടക്കുന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായി ബന്ധപ്പെട്ട മുന്നേറ്റങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ തുടങ്ങിയവ. അപ്പോൾ ഇത് നമുക്ക് 8ാം ക്ലാസ്സിലെയും 10ാം ക്ലാസ്സിലെയും SCRT ടെക്സ്റ്റിലാണ് കൂടുതൽ കാര്യങ്ങൾ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ 1857 റിവോൾട്ട് വരെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതിനുശേഷം ഈ പറഞ്ഞ പോലെ ദേശീയ പ്രസ്ഥാനങ്ങളെ പറ്റിയിട്ടും പിന്നെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യനെ പറ്റിയിട്ടുള്ള വീഡിയോ അടുത്ത പാർട്ടുകളായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും കേട്ടോ. സോ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത് 8ാം ക്ലാസ്സിലെ ആദ്യത്തെ പാഠമായിട്ടുള്ള അധിനിവേശവും ചെറുത്ത് നിൽപ്പും എന്ന് പറയുന്ന പാഠഭാഗത്ത് നിന്നാണ് കേട്ടോ. അപ്പം ഇതിലാണ് ഈ യൂറോപ്യന്മാരുടെ ആഗമനം അല്ലെങ്കിൽ യൂറോപ്യന്മാരുടെ വരവ് തൊട്ടിട്ട് 1857 വരെയുള്ള ആ ഒരു ഏരിയാസിലെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ എന്താണ് പറയുന്നത്, ഈ യൂറോപ്യൻസ് ഇങ്ങോട്ടേക്ക് വരാൻ, കേരളത്തിലേക്കും ഇന്ത്യയിലേക്കൊക്കെ എത്താൻ അതിന് കാരണമായ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ പ്രാചീന കാലം മുതൽ യൂറോപ്യർക്ക് ലോകത്തിന്റെ ഇതര ഭാഗങ്ങളുമായി വ്യാപാര ബന്ധമുണ്ടായിരുന്നു. അതിൽ ഏഷ്യ ഉണ്ടായിരുന്നു. അപ്പം 15ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടു കൂടി യൂറോപ്പിൽ നിന്നും അവർക്ക് ഇങ്ങോട്ടേക്ക് വരാൻ ഒരു സമുദ്രപാത കണ്ടെത്തേണ്ട ആവശ്യം വന്നു. എന്തുകൊണ്ടാണ് അപ്പോൾ അവർ ആ സമുദ്രപാത കണ്ടുപിടിക്കാൻ നിർബന്ധിതരായത്? അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പം അതെന്തൊക്കെയാണ്? യൂറോപ്യർ കപ്പൽ നിർമ്മാണത്തിലും കപ്പൽ യാത്രയിലും കൈവരിച്ച സാങ്കേതിക പുരോഗതി ഒരു കാരണമായിരുന്നു. അതുപോലെ തന്നെ ഭൂമിശാസ്ത്ര പരിജ്ഞാനത്തിലുണ്ടായ വളർച്ച, ദിശ കണ്ടെത്താൻ സഹായിക്കുന്ന കോമ്പസ്, ഭൂപട നിർമ്മാണം എന്നിവയിലുണ്ടായ പുരോഗതി, പുതിയ പ്രദേശങ്ങളെയും അവിടുത്തെ സമ്പത്തിനെയും കുറിച്ച് സഞ്ചാരികളുടെ യാത്രാ വിവരണങ്ങൾ പകർന്ന അറിവ്, യൂറോപ്പിൽ കുരുമുളക് അടക്കമുള്ള ഏഷ്യൻ ഉൽപ്പന്നങ്ങൾക്കുണ്ടായിരുന്ന കച്ചവട സാധ്യത. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നതാണ് ഇത്. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയത്. കാരണം അതുവരെ അവർ കരമാർഗത്തിലൂടെ ആണ് യാത്ര ചെയ്ത് വന്നിരുന്നത്. അപ്പോൾ കോൺസ്റ്റാന്റിനോപ്പിൾ ഒരു പ്രധാനപ്പെട്ട മേഖലയായിരുന്നു. പക്ഷെ അത് ആരാണ്? തുർക്കികൾ പിടിച്ചടക്കുന്നത് വഴി അവർക്ക് കരമാർഗത്തിലൂടെ വരാൻ പറ്റാതെയായി. അതാണ് ഒരു എമർജൻസി എന്നുള്ള രീതിയിലേക്ക് നയിച്ചത്. ഇവർക്ക് കപ്പൽ വഴി അല്ലെങ്കിൽ സമുദ്രത്തിലൂടെ വരാനുള്ള ഒരു എമർജൻസി ക്രിയേറ്റ് ചെയ്തത് ആ ഒരു കാര്യമാണ്. അപ്പം ഇവിടെ പറയുന്നുണ്ട് കോൺസ്റ്റാന്റിനോപ്പിളിനെ പറ്റി പറയുന്നുണ്ട്. യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലുള്ള ഒരു പ്രധാന കേന്ദ്രമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. ഇതുവഴിയാണ് യൂറോപ്പും ഏഷ്യയും തമ്മിൽ കരമാർഗം വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്നത്. 1453 തുർക്കികൾ ഇവിടം പിടിച്ചടക്കുകയും ഇതുവഴിയുള്ള യൂറോപ്യരുടെ വ്യാപാരം തടയുകയും ചെയ്തു. തുടർന്ന് പുതിയ പാത കണ്ടെത്തുന്നതിന് യൂറോപ്യർ നിർബന്ധിതരായി. അപ്പം അതാണ് മെയിൻ റീസൺ. ഇപ്പം സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ വരാം, അതുകൊണ്ട് ഇത് ഓർത്തിരിക്കുക. ഇനി ഇവിടെ ഒരു മാപ്പ് കൊടുത്തിരിക്കുന്ന കണ്ടോ? ഇതെന്ന് പറയുന്നത് വാസ്കോ ഡ ഗാമയുടെ സഞ്ചാരപാതയാണ്. ഇന്ത്യയിലേക്ക് വരുന്നതും അവിടെ നിന്ന് തിരിച്ചു പോകുന്നതും. അപ്പൊ അദ്ദേഹം യാത്ര തുടങ്ങിയത് അവിടെ നിന്നാണ്, ലിസ്ബണിൽ നിന്നാണ്. ലിസ്ബണിൽ നിന്ന് വന്ന് ഇതിങ്ങനെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്, ശുഭപ്രതീക്ഷ മുനമ്പ് വഴി കറങ്ങി ആദ്യം മൊസാംബിക്കിലെത്തി. മൊസാംബിക്കിൽ നിന്ന് പിന്നെ ഇങ്ങനെ പോയി ഇവിടെ നിന്ന് കോഴിക്കോട് എത്തി. പിന്നെ കോഴിക്കോട് നിന്ന് കൊച്ചിയിലേക്ക് പോവുകയുണ്ടായി. അവിടെ നിന്ന് കണ്ണൂര്, അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ സിഗ്സാഗ് ഒക്കെ വരച്ച് തിരിച്ച് മൊഗാദിഷുവിൽ വന്നു. മൊഗാദിഷുവിൽ നിന്ന് പിന്നെ വീണ്ടും കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി തിരിച്ചുപോയി ലിസ്ബണിലേക്ക് പോയി. അപ്പം ഇങ്ങനെയായിരുന്നു വാസ്കോ ഡ ഗാമയുടെ യാത്ര. അതിൻ്റെ ഒരു മാപ്പ്. ഇനി അദ്ദേഹത്തിന്റെ യാത്രയെ പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം കേട്ടോ. അപ്പം 1498 അദ്ദേഹം ആദ്യം എവിടെ എത്തുന്നത്? ഇന്ത്യയിലെത്തുന്നത് അല്ലേ? അപ്പൊ കോഴിക്കോടിന് സമീപമുള്ള കാപ്പാട് എന്ന സ്ഥലത്താണ് വാസ്കോ ഡ ഗാമ എത്തിച്ചേർന്നത്. അദ്ദേഹത്തിന്റെ വരവ് ഇന്ത്യയിലെ യൂറോപ്യൻ ആധിപത്യത്തിന് വഴി തുറന്നു. അപ്പൊ അക്കാലത്ത് കോഴിക്കോട് ഭരിച്ചിരുന്നത് ആരായിരുന്നു? സാമൂതിരികളായിരുന്നു അല്ലെ? സാമൂതിരി രാജവംശമായിരുന്നു. അറബികളായിരുന്നു കോഴിക്കോടുമായുള്ള വിദേശ വ്യാപാരം നിയന്ത്രിച്ചിരുന്നത്. അവരെ പുറത്താക്കി പോർച്ചുഗീസുകാർക്ക് വ്യാപാര അനുമതി നൽകണമെന്നുള്ള ഗാമയുടെ ആവശ്യം സാമൂതിരി അംഗീകരിച്ചില്ല. അപ്പം ആദ്യം എന്താണ്, ഇവിടെ വന്ന് സാമൂതിരിയായിട്ട് ബന്ധം സ്ഥാപിച്ച് ഇവിടെ ഓൾറെഡി അറബുകൾ ട്രേഡ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ അറബികൾ ഓൾറെഡി നല്ല രീതിയിൽ വ്യാപാരം നടത്തി പോകുന്നുണ്ടായിരുന്നു. അവരെ ഇവിടെ നിന്ന് തുടച്ചു മാറ്റിയിട്ട് പോർച്ചുഗീസുകാർക്ക് ഒരു ആധിപത്യം അല്ലെങ്കിൽ ഒരു മൊണോപ്പൊളി ഇവിടെ സ്ഥാപിച്ചെടുക്കണം എന്നുള്ളതായിരുന്നു ഗാമയുടെ ആവശ്യം. പക്ഷെ സാമൂതിരി അതിനെ സമ്മതിച്ചില്ല. കാരണം കാലങ്ങളായിട്ടുള്ള വ്യാപാര ബന്ധം നമുക്ക് അറബികളുമായിട്ടില്ല, അവരെ പിണക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോഴാണ് എന്ത് ചെയ്തത്? ഗാമ കണ്ണൂരിലേക്ക് പോയത്. ഇതേ തുടർന്ന് ഗാമ കണ്ണൂരിലെത്തി കോലത്തിരി രാജാവിൽ നിന്ന് വ്യാപാര അനുമതി നേടിയെടുത്തു. അവിടെ നിന്ന് വ്യാപാര അനുമതി കിട്ടി.
കുരുമുളക് ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് അദ്ദേഹം പോർച്ചുഗലിലേക്ക് മടങ്ങി. തന്റെ യാത്രയ്ക്ക് ചെലവായ തുകയുടെ 60 ഇരട്ടിയിലധികം മൂല്യമുള്ള ചരക്കുകളുമായാണ് ഗാമ ഇന്ത്യയിൽ നിന്ന് മടങ്ങിയത്. അപ്പൊ അവിടെ നിന്ന് കുറെ സ്പൈസസും കുറെ കാര്യങ്ങളൊക്കെ ശേഖരിച്ച് തിരിച്ചു പോകുമ്പം ആ ഗാമ ഇങ്ങോട്ടേക്ക് വരാൻ ചെലവാക്കിയ, അല്ലെങ്കിൽ ഇവിടെ വന്ന് തിരിച്ചു പോകാൻ ചെലവാക്കിയതിന്റെ 60 ഇരട്ടി മൂല്യമുള്ള ചരക്കുകൾ ആളുടെ കയ്യിലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇനി ഗാമ ഇവിടേക്ക് വന്ന കപ്പലുകളുടെ പേരൊന്നും ഓർത്തിരിക്കണം കേട്ടോ. ഏതൊക്കെയാണ്? 3 കപ്പലുകളിലായിട്ടാണ് ഗാമയും സംഘവും ഇന്ത്യയിൽ എത്തിച്ചേർന്നത്. സാവോ ഗബ്രിയേല്, സാവോ റാഫേല്, ബെറിയോ. ഈ 3 കപ്പലുകളുടെ പേരൊന്നും ഓർത്തിരിക്കാം. ഇനി ഗാമയുടെ യാത്രയിലൂടെ ഉണ്ടായ ലാഭം ഇന്ത്യയിലേക്ക് വീണ്ടും കച്ചവട യാത്രകൾ നടത്തുവാൻ പോർച്ചുഗീസുകാരെ പ്രേരിപ്പിച്ചു. സാമൂതിരി പോർച്ചുഗീസുകാർക്ക് വ്യാപാര കുത്തക നൽകിയില്ല. തന്മൂലം സാമൂതിരിക്കും പോർച്ചുഗീസുകാർക്കും ഇടയിൽ സംഘർഷങ്ങൾ ഉടലെടുത്തു. പോർച്ചുഗീസുകാർക്ക് ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വന്നത് സാമൂതിരിയുടെ നാവിക തലവന്മാരായിരുന്ന കുഞ്ഞാലി മരക്കാർമാരിൽ നിന്നായിരുന്നു. കുഞ്ഞാലി മരക്കാർമാരുടെ കാലശേഷം പോർച്ചുഗീസുകാർക്ക് ഇന്ത്യയിൽ നിന്ന് കാര്യമായ ഭീഷണി ഉണ്ടായില്ല. അപ്പം ഇതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്, കുഞ്ഞാലി മരക്കാർമാരെ പറ്റിയിട്ടും ഒക്കെ. ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ മുന്നേ ഏറ്റവും തുടക്കത്തിൽ നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അറൈവൽ ഓഫ് യൂറോപ്യൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ. അപ്പോൾ അതിലും ഈ ഭാഗങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇതിപ്പം നമ്മൾ SCRT ബേസ്ഡ് ആയതുകൊണ്ട് മാത്രമാണ് ഇത്രയും ലിമിറ്റഡ് ആയിട്ടും, പിന്നെ ആ ഒരു 10th പ്രിലിംസിന് അത്രയും ഡീറ്റെയിൽ ആയിട്ട് വരില്ല എന്നുള്ള രീതിയിലാണ് കേട്ടോ ഇത് മാത്രമായിട്ട് പറഞ്ഞു പോകുന്നത്. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി അടുത്തത് പോർച്ചുഗീസുകാരുടെ വരവ് ഇന്ത്യയിൽ സൃഷ്ടിച്ച ഫലങ്ങൾ. പ്രത്യേകിച്ചും നമ്മുടെ മലയാള ഭാഷയിലേക്ക് അവർ കുറേ പദങ്ങൾ കൂട്ടിച്ചേർത്ത് തന്നിട്ടുണ്ട്. മലയാള ഭാഷ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് സംസ്കൃതത്തിൽ നിന്ന് കുറേ പദങ്ങളുണ്ട്, അതുപോലെ പല ഭാഷകളിൽ നിന്നും ഒരുപാട് പദങ്ങൾ നമ്മൾ കടം കൊണ്ടിട്ടുണ്ട്. അപ്പം അതിൽ ഇതുപോലെ പോർച്ചുഗീസിന്റെ സ്വാധീന ഫലമായിട്ട് കുറേ പദങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് മേശ, കസേര, അലമാര, ജനല്, പേന, ചാക്ക് തുടങ്ങിയവയൊക്കെ. അതുപോലെ തന്നെ ഒരുപാട് കാർഷിക വിളകളും അവരിങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഏത്? കശുമാവ്, പറങ്കിമാവ് എന്നറിയപ്പെടും അല്ലെ. ഇനി പപ്പായ, പേരക്ക, പൈനാപ്പിൾ, അതൊക്കെ ആരാണ് ഇവിടെ പരിചയപ്പെടുത്തിയത്? പോർച്ചുഗീസുകാരാണ് അതൊക്കെ കൊണ്ടുവന്നത്. ഇനി അവരുടെ മറ്റുള്ള കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട, മാനുവൽ കോട്ട, എവിടെയാണ് സ്ഥാപിച്ചത്? കൊച്ചിയിലാണ് സ്ഥാപിക്കുന്നത്. ഇനി കൊച്ചി, ഗോവ, ദാമൻ ദിയു എന്നീ പ്രദേശങ്ങൾ പോർച്ചുഗീസ് ആധിപത്യത്തിന് കീഴിലായി. അപ്പൊ ഈ സ്ഥലങ്ങൾ ഓർത്തു വെക്കാം കേട്ടോ. കൊച്ചി, ഗോവ, ദാമൻ ദിയു. അച്ചടി വിദ്യ പ്രചരിപ്പിച്ചു. അപ്പൊ ആദ്യമായിട്ട് ഇവിടെ അച്ചടിശാല തുടങ്ങുന്നത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. 1 വേർഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, അല്ലാണ്ടേയും ചോദിച്ചിട്ടുണ്ട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലും. ഇനി ചവിട്ട് നാടകം, മാർഗം കളി തുടങ്ങിയ കലാരൂപങ്ങൾ പ്രചരിപ്പിച്ചു. അപ്പൊ ചവിട്ട് നാടകം കൊണ്ടുവന്നതും പോർച്ചുഗീസുകാരാണ്. യൂറോപ്യൻ ശൈലിയിലുള്ള കെട്ടിട നിർമ്മാണം ആരംഭിച്ചു. യൂറോപ്യൻ പടക്കോപ്പുകളും യുദ്ധമുറകളും അഭ്യസിപ്പിച്ചു. ക്രൈസ്തവ മതപഠന കേന്ദ്രങ്ങൾ ആരംഭിച്ചു. അപ്പൊ ഈ പോയിന്റ്സ് ഒക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഇതൊക്കെ പോർച്ചുഗീസുകാരുടെ കോൺട്രിബ്യൂഷൻസ് ആണ്. ഇനി അടുത്തത് ഡച്ചുകാരാണ്. അപ്പൊ പോർച്ചുഗീസുകാരുടെ പിന്നാലെ ആര് വന്നു? ഡച്ചുകാർ വന്നു. അപ്പം പോർച്ചുഗീസുകാരെ തുടർന്ന് ഇന്ത്യയിലേക്ക് എത്തിയ യൂറോപ്യർ ഹോളണ്ടിൽ നിന്നുള്ളവരായിരുന്നു, നെതർലാൻഡ്സ്. അപ്പൊ ഹോളണ്ടിൽ നിന്ന് വന്നവരെയാണ് നമ്മൾ ഡച്ചുകാരെന്ന് പറയുന്നത്. നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര എന്നിവയായിരുന്നു അവരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ. ഇന്ത്യയിൽ അവരുടെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നു? നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര. കച്ചവടാധിപത്യത്തിനായുള്ള മത്സരത്തിൽ ഡച്ചുകാർ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി. പക്ഷെ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ കുളച്ചിൽ യുദ്ധം നടന്നല്ലോ. കുളച്ചിൽ യുദ്ധം നടന്നപ്പോൾ ഇവരൊന്ന് ഫ്ലറിഷായി സെറ്റായി വരുന്ന സമയത്താണ് മാർത്താണ്ഡവർമ്മയായിട്ട് അടിയുണ്ടാക്കി ഇവിടെ കുളച്ചിൽ യുദ്ധമൊക്കെ നടത്തി. പക്ഷെ കുളച്ചിൽ യുദ്ധത്തിൽ നല്ലൊരു ഡിഫീറ്റാണ് അവർക്ക് ഉണ്ടായത്. അപ്പം അതോട് തന്നെ കേരളത്തിലുള്ള അവരുടെ ഒരു ഇൻഫ്ലുവൻസ് ഒക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞു. അവർ ഭയങ്കരമായിട്ട് കൺഫൈൻഡായി. അവരുടെ ചില പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് മാത്രമായിട്ട് ഡച്ചുകാർ ഒതുങ്ങിപ്പോയി. അപ്പോൾ കുളച്ചിൽ യുദ്ധത്തിൽ കിട്ടിയ ഒരു അടിയിൽ അവർ ഭയങ്കരമായിട്ട് ഒതുങ്ങിപ്പോയി. അപ്പോൾ കുളച്ചിൽ യുദ്ധം നമുക്ക് നോക്കാം. 1741 കന്യാകുമാരിക്ക് അടുത്തുള്ള കുളച്ചിലിൽ വെച്ച് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഏറ്റുമുട്ടി. അപ്പോൾ വർഷം 1741. ആരൊക്കെ തമ്മിലാണ്? ഡച്ചുകാരും തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മയും തമ്മിൽ കേട്ടോ. ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ടതോടെ ഡച്ചുകാർക്ക് ഇന്ത്യയിലെ ആധിപത്യം നഷ്ടപ്പെട്ടു. അപ്പം ഡച്ചുകാരുടെ ഇന്ത്യയിൽ ആധിപത്യം നഷ്ടപ്പെടുത്തിയ യുദ്ധം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുളച്ചിൽ യുദ്ധം. ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയോട് പരാജയപ്പെട്ട ആദ്യത്തെ യുദ്ധമായിരുന്നു ഇത്. അതുപോലെ ഈ യുദ്ധത്തിൽ ആണ് ഇവരുടെ ഡച്ചുകാരുടെ ക്യാപ്റ്റൻ ആയിട്ടുണ്ടായിരുന്ന ഡിലനോയി നമ്മളുടെ മാർത്താണ്ഡവർമ്മയ്ക്ക് സറണ്ടർ ചെയ്ത് പിന്നീട് എന്താണ് തിരുവിതാംകൂർ സൈന്യത്തിന്റെ സൈനിക തലവനായിട്ടൊക്കെ മാറുന്നത്. അപ്പൊ ഡിലനോയിനെ ക്യാപ്ചർ ചെയ്യുകയും ഡിലനോയി പിന്നീട് തിരുവിതാംകൂറിന്റെ കൂടെ ചേരുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഓർത്തിരിക്കുക.
പ്രധാനപ്പെട്ട ഒരു ഫാക്റ്റാണ്, പലപ്പോഴും ചോദ്യം വന്നിട്ടുണ്ട്. ഇനി അടുത്തത് ഹോർത്തൂസ് മലബാറിക്കസ്. അതും ഡച്ചുകാരുടെ ഒരു പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ ഒരു മൈൽ സ്റ്റോൺ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കോൺട്രിബ്യൂഷൻ ആണ് ഹോർത്തൂസ് മലബാറിക്കസ്. അപ്പം ഡച്ചുകാരുമായുള്ള ബന്ധത്തിന്റെ ഏറ്റവും വലിയ സംഭാവന ഹോർത്തൂസ് മലബാറിക്കസ് എന്ന കൃതിയാണ്. കേരളത്തിലെ 742 ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഡച്ച് ഗവർണറായിരുന്ന ഹെൻറിക് വാൻ റീഡ് ആണ് ഈ കൃതിയുടെ രചനയ്ക്ക് നേതൃത്വം നൽകിയത്. അപ്പൊ ആരാണ് ഹെൻറിക് വാൻ റീഡ് കേട്ടോ? അദ്ദേഹത്തെ സഹായിച്ചത് ഇട്ടി അച്യുതൻ എന്ന മലയാളി വൈദ്യനായിരുന്നു. അപ്പുഭട്ട്, രംഗഭട്ട്, വിനായക ഭട്ട് എന്നിവരും രചനയിൽ പങ്കാളികളായി. മലയാള അക്ഷരങ്ങൾ അച്ചടിയിൽ പതിഞ്ഞ ആദ്യത്തെ പുസ്തകം ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. മലയാളം, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലേക്ക് ഈ കൃതി വിവർത്തനം ചെയ്തത് ഡോക്ടർ KS മണിലാലാണ്. അപ്പോൾ ഓർത്തിരിക്കുക, 742 ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളാണ്. ആരായിരുന്നു ഇതിന് നേതൃത്വം നൽകിയത്? ഡച്ച് ഗവർണർ ഹെൻറിക് വാൻ റീഡ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇട്ടി അച്യുതനെ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ഇട്ടി അച്യുതൻ എന്ന മലയാളി വൈദ്യൻ സഹായിച്ചിട്ടുണ്ട്. പിന്നെ മറ്റു 3 പേര് ആരൊക്കെയാണ്? അപ്പുഭട്ട്, രംഗഭട്ട്, വിനായക ഭട്ട്. പിന്നെ ഇതിന്റെ വിവർത്തനം നടത്തിയത് ഡോക്ടർ KS മണിലാൽ. ഇട്ടി അച്യുതനെ പറ്റി ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് വായിച്ചിരുന്നാൽ മതി. ആലപ്പുഴ ജില്ലയിലായിരുന്നു ജനിച്ചത്. ഒരു പാരമ്പര്യ വൈദ്യ കുടുംബത്തിൽപ്പെട്ട ആളായിരുന്നു. ഇനി അടുത്തതാണ് ഫ്രഞ്ചുകാർ. ഡച്ചുകാരുടെ പിന്നാലെ വന്നത് ഫ്രഞ്ചുകാരാണ്. അപ്പം ഡച്ചുകാർക്ക് ശേഷം ബ്രിട്ടീഷുകാരും പിന്നീട് ഫ്രഞ്ചുകാരും കച്ചവടത്തിനായി ഇന്ത്യയിൽ എത്തിച്ചേർന്നു. ദക്ഷിണേന്ത്യയിൽ ആധിപത്യത്തിനായി ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളായിരുന്നു കർണാട്ടിക് യുദ്ധങ്ങൾ. ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്കായിരുന്നു അന്തിമ വിജയം. തത്ഫലമായി ഫ്രഞ്ചുകാരുടെ ആധിപത്യം പോണ്ടിച്ചേരി, യാനം, കാരയ്ക്കൽ, മാഹി എന്നീ പ്രദേശങ്ങളിൽ മാത്രമായി ചുരുങ്ങി. അപ്പൊ ഫ്രഞ്ചുകാരുടെ മെയിൻ ആയിട്ടുള്ള കേന്ദ്രങ്ങൾ അത് ഓർത്തു വെക്കുക: പോണ്ടിച്ചേരി, യാനം, കാരയ്ക്കൽ, മാഹി എന്നീ പ്രദേശങ്ങൾ. ഇനി പറഞ്ഞ പോലെ കർണാട്ടിക് യുദ്ധങ്ങൾ, ഇന്ത്യയിൽ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിലുണ്ടായ യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഇന്നത്തെ തമിഴ്നാടിന്റെ ഭൂരിപക്ഷ പ്രദേശങ്ങളും ആന്ധ്രാപ്രദേശിന്റെ തെക്കൻ തീരപ്രദേശങ്ങളും ഉൾപ്പെടുന്ന മേഖലയാണ് കർണാട്ടിക്. മൊത്തം എത്ര കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു? 3 കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. ഈ കർണാട്ടിക് യുദ്ധങ്ങൾ നടന്ന വർഷങ്ങൾ കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ആദ്യത്തെ ഫസ്റ്റ് കർണാട്ടിക് വാർ നടക്കുന്നത് 1746 മുതൽ 1748 വരെയാണ്. പിന്നെ സെക്കൻഡ് കർണാട്ടിക് വാർ നടക്കുന്നത് 1749 മുതൽ 1754 വരെയാണ്. മൂന്നാമത് അവസാനത്തെ കർണാട്ടിക് വാർ നടക്കുന്നത് 1757 മുതൽ 1763 വരെയാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടം, 3 വാറിന്റെയും ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 1746 മുതൽ 63 വരെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു കർണാട്ടിക് യുദ്ധങ്ങൾ നടക്കുന്നത് എന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി ഇവിടെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഈ പറഞ്ഞ പോലെ പോർച്ചുഗീസിന്റെയും ഫ്രഞ്ചിന്റെയും ഡച്ചുകാരുടെയും പ്രധാനപ്പെട്ട അധിനിവേശ കേന്ദ്രങ്ങൾ, അല്ലെങ്കിൽ അവരുടെ അധീനതയിൽ ഉണ്ടായിരുന്ന കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ പോർച്ചുഗീസുകാരുടെ കണ്ടു, ദാമൻ, ദിയു, അതുപോലെ ഗോവ, കൊച്ചി. ഡച്ചുകാരുടെ നാഗപട്ടണം, ചിൻസുര, അഹമ്മദാബാദ്, ബറോച്ച്. ഫ്രഞ്ചിന്റെ യാനം, പോണ്ടിച്ചേരി, കാരയ്ക്കൽ, മാഹി. അപ്പൊ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനിയാണ് നമ്മുടെ മെയിൻ ആൾക്കാരെ പറ്റി നമ്മൾ പറയാൻ പോകുന്നത്. ആരാണ്? ബ്രിട്ടീഷുകാർ. അപ്പം ബ്രിട്ടീഷുകാര് വരുന്നത് ഏകദേശം 1600കളിലാണ്. അപ്പൊ 1600കളിലാണ് ഇവിടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്നത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായിട്ട് ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ് അന്നത്തെ മുഗൾ ചക്രവർത്തി ജഹാംഗീറിന്റെ അടുത്ത് നിന്നും അനുമതി തേടുകയാണ്. എന്നിട്ട് അവർ ഗുജറാത്തിലെ സൂററ്റിൽ ഒരു ആദ്യത്തെ ഫാക്ടറി എന്ന് പറയാം, സൂററ്റിൽ ഒരു കച്ചവട താവളം സ്ഥാപിച്ചു. അപ്പം ആദ്യത്തെ ബ്രിട്ടീഷ് ഫാക്ടറി എവിടെയാണ്? ഗുജറാത്തിലെ സൂററ്റിൽ. അപ്പൊ 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്നു. ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ് ആരുടെ അനുമതിയാണ് നേടുന്നത്? അന്നത്തെ മുഗൾ ചക്രവർത്തിയായിരുന്ന ജഹാംഗീറിൽ നിന്ന് അനുമതി നേടി ഗുജറാത്തിലെ സൂററ്റിൽ കച്ചവട താവളം സ്ഥാപിക്കുന്നു. പിന്നെ അതിനെ തുടർന്ന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ അവർ ഫാക്ടറികൾ സ്ഥാപിക്കുന്നുണ്ട്. മദ്രാസ്, ബോംബെ, കൽക്കട്ട ആ പ്രദേശങ്ങളിലൊക്കെ അവർ ആധിപത്യം നേടുന്നുണ്ട്. പിന്നെ വ്യാപാരത്തിൽ നിന്ന് അവരെന്ത് ചെയ്യാൻ തുടങ്ങി? വ്യാപാരികളായിട്ട് വന്ന് പതുക്കെ നമ്മുടെ ഭരണകാര്യങ്ങളിലും ഇടപെടാൻ തുടങ്ങി. അങ്ങനെ നമ്മുടെ ഭരണം കൈയാളാൻ തുടങ്ങി. അപ്പൊ എങ്ങനെയാണ് ഈ ട്രേഡിൽ നിന്ന് അവർ നമ്മളെ എന്ത് ചെയ്യുക, ഭരണത്തിലേക്ക് മാറിയത്? ആ ഒരു ട്രാൻസിഷൻ, അതിന്റെ കാരണം എന്തായിരുന്നു? അതിനൊക്കെ അവരെ സഹായിച്ചത് മെയിൻലി 2 യുദ്ധങ്ങളാണ്. 1757 പ്ലാസി യുദ്ധവും അതുപോലെ 64 ബാറ്റിൽ ഓഫ് ബക്സർ യുദ്ധവും. അപ്പം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കുന്നത് 1757 പ്ലാസി യുദ്ധത്തിലൂടെയാണ്. അപ്പൊ ആ സമയത്ത് ബംഗാളിലെ നവാബായിരുന്ന സിറാജുദ്ദൗളനെ റോബർട്ട് ക്ലൈവിന്റെ നേതൃത്വത്തിലുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യം പരാജയപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ആര് തമ്മിലായിരുന്നു യുദ്ധം?
ബംഗാൾ നവാബായിരുന്ന സിറാജുദ്ദൗളയും അതുപോലെ ബ്രിട്ടീഷുകാരുടെ നേതാവായിരുന്നത് റോബർട്ട് ക്ലൈവ് ആയിരുന്നു. അപ്പം ഈ ഒരു യുദ്ധത്തിൽ പരാജയപ്പെടുത്തി സിറാജുദ്ദൗളനെ. എന്നിട്ട് ബംഗാളിന്റെ ഭരണം പിടിച്ചെടുത്തത് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലെ മറ്റ് പ്രദേശങ്ങൾ തങ്ങളുടെ അധീനതയിൽ കൊണ്ടുവരാൻ സഹായകമായി. കാർഷിക സമ്പന്നമായ ബംഗാളിലെ ഭൂനികുതി കൊണ്ട് ബ്രിട്ടീഷുകാർ സൈനിക ശക്തി മെച്ചപ്പെടുത്തുകയും രാജ്യത്തിന്റെ ബാക്കി ഭാഗങ്ങൾ കീഴടക്കാനുള്ള പണം സ്വരൂപിക്കുകയും ചെയ്തു. അവിടെ നിന്ന് ഒരുപാട് ടാക്സ് അല്ലെ, ഒരുപാട് നികുതി പിരിച്ചിട്ടാണ് അവരുടെ കാര്യങ്ങൾ നടത്തിയതും അതുപോലെ തന്നെ ബാക്കി ഇനിയുള്ള മറ്റുള്ള രാജ്യങ്ങളെ പിടിച്ചടക്കാനും അവരോടുള്ള യുദ്ധം ചെയ്യാനും ഒക്കെയുള്ള ആ ഒരു പണം സ്വരുക്കൂട്ടിയത് ബംഗാളിലെ കർഷകരിൽ നിന്നും പെസൻസിൽ നിന്നും ഒക്കെ ഇവർ ഈടാക്കിയ നികുതി പണം കൊണ്ടായിരുന്നു. അതിനുശേഷം 1764 ബക്സർ എന്ന സ്ഥലത്ത് വെച്ചുണ്ടായ യുദ്ധത്തോടെ ബീഹാർ, ബംഗാൾ, ഒറീസ എന്നീ പ്രവിശ്യകളിലെ നികുതി പിരിക്കാനുള്ള അവകാശം കമ്പനി സ്വന്തമാക്കി. അതോടെ ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണ സാന്നിധ്യം ശക്തമായി. മുഗൾ ഭരണാധികാരിയായിരുന്ന ഷാ ആലം രണ്ടാമൻ, അവധിലെ നവാബായിരുന്ന ഷുജാ ഉദ്ദൗള, ബംഗാളിലെ നവാബായിരുന്ന മിർ കാസിം എന്നിവരുടെ സംയുക്ത സൈന്യത്തെയാണ് ബ്രിട്ടീഷുകാർ ഈ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയത്. അപ്പൊ ബാറ്റിൽ ഓഫ് ബക്സറിൽ ആരുമായിട്ടാണ് ഏറ്റുമുട്ടിയത്? മുഗൾ ഭരണാധികാരിയായിരുന്ന ഷാ ആലം രണ്ടാമൻ, അതുപോലെ തന്നെ അവധിലെ നവാബായിരുന്ന ഷുജാ ഉദ്ദൗള, ബംഗാൾ നവാബായിരുന്ന മിർ കാസിം. അപ്പൊ ഇവരുടെ ഒരു സംയുക്ത സൈന്യത്തിനെയാണ് ആ ബാറ്റിൽ ഓഫ് ബക്സറിൽ ബ്രിട്ടീഷുകാർ എതിർത്ത് പരാജയപ്പെടുത്തിയത്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. അപ്പം ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മദ്രാസ്, കൽക്കട്ട, അതുപോലെ ബോംബെ ഈ 3 നഗരങ്ങളും എങ്ങനെയാണ് ബ്രിട്ടീഷുകാരുടെ കൈവശം എത്തിയത്, എങ്ങനെയാണ് അവരുടെ അധീനതയിലായത് എന്നുള്ളതാണ് ഈ 3 പോയിന്റേഴ്സിൽ പറയുന്നത്. അപ്പം 1639 മദ്രാസ് തുറമുഖത്തിന്റെ ചുങ്കവരുമാനത്തിന്റെ പകുതി നൽകണമെന്ന ഉപാധിയോടെ പ്രാദേശിക രാജാവായ ധർമ്മല വെങ്കിടാദ്രി നായക ദീർഘകാലത്തേക്ക് മദ്രാസ് തുറമുഖം ബ്രിട്ടീഷുകാർക്ക് നൽകി. അപ്പൊ അവിടെ എന്ത് ചെയ്തു? അവിടെ ഒരു വാടകക്കാരെ പോലെയാണ് ഇവർ ആദ്യം ചെന്നത്. എവിടെ? മദ്രാസ് തുറമുഖം വാങ്ങി അവിടുത്തെ ചുങ്കവരുമാനത്തിന്റെ പകുതി അവിടുത്തെ രാജാവിന്, പ്രാദേശിക രാജാവിന് നൽകാന്നുള്ള ഉപാധിയിൽ അവിടെ അവർ പിടിച്ചെടുത്തു. പിന്നെ പതുക്കെ പതുക്കെ അതിന് മുഴുവൻ ആധിപത്യം അവർ സ്വായത്തമാക്കി. ഇനി 1662 പോർച്ചുഗീസ് രാജകുമാർ, ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥയാണ് കേട്ടോ. അതായത് ഇപ്പം നമ്മൾ ആ സമയത്ത് ബോംബെയിലായിരുന്ന ഇന്ത്യൻസിന് അവിടുത്തെ ബ്രിട്ടീഷുകാരോട് ഇറങ്ങിപ്പോകാൻ പറയാൻ പറ്റില്ല. കാരണം നമുക്കിപ്പോൾ സപ്പോസ് ഇങ്ങനെ പറയുകയാണെന്ന് വിചാരിക്കുക, ഇത് നിങ്ങൾക്ക് സ്ത്രീധനം കിട്ടിയ സ്ഥലമൊന്നുമല്ലല്ലോ, ഞങ്ങളുടെ രാജ്യമാണ്, ഇറങ്ങി പോടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവിടുത്തെ ചാൾസ് രണ്ടാമൻ ബ്രിട്ടീഷ് രാജാവിന് സ്ത്രീധനം കിട്ടിയ സ്ഥലമാണ് ബോംബെ. അതായത് 1662 പോർച്ചുഗീസ് രാജകുമാരിയായിട്ടുള്ള കാതറിനെ വിവാഹം ചെയ്തപ്പോൾ ബ്രിട്ടീഷ് രാജാവ് ചാൾസ് രണ്ടാമന് ഉപഹാരമായിട്ട് ലഭിച്ച പ്രദേശമാണ് ബോംബെ. പിന്നീട് ഈ പ്രദേശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൈമാറി. അപ്പൊ ശരിക്കും ഇത് ബ്രിട്ടീഷുകാർക്ക് സ്ത്രീധനം കിട്ടിയ സ്ഥലമാണ്. നമുക്ക് അവരോട് ഇറങ്ങി പോകാൻ പറയാൻ പറ്റൂലായിരുന്നു അല്ലേ? എന്തൊരു ഐറണി അത് നോക്കണേ. ഇന്ത്യക്കാരുടെ സ്ഥലം പോർച്ചുഗീസ് രാജ്ഞിയുടെ കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷുകാരനായിട്ടുള്ള രാജാവിന് സ്ത്രീധനം കൊടുക്കുന്നു. എന്താ അല്ലേ? അപ്പം അദ്ദേഹത്തിന് അത് കിട്ടുന്ന സമയത്ത് അതൊരു 7 ദ്വീപുകൾ ആയിട്ട് അങ്ങനെ നിൽക്കുന്ന ഒരു സ്ഥലമായിരുന്നു. പ്രത്യേകിച്ച് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് അയാൾ വിചാരിച്ചത്, ആ രാജാവ് വിചാരിച്ചത്. എന്നിട്ടാണ് അദ്ദേഹം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൊടുക്കുന്നത്. അപ്പം അവിടെ ഒരു എന്താ പറയുക 7 ഐലൻഡുകൾ, കൊളാബ, അതുപോലെ ഓൾഡ് വുമൻ ഐലൻഡ്, ഐൽ ഓഫ് ബോംബെ, അങ്ങനെ ഒരു 7 ഐലൻഡുകളായിട്ടുള്ള ഒരു പ്രദേശമായിരുന്നു. പിന്നീട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കിട്ടിയതിന് ശേഷം അവരവിടെ ഒരുപാട് റിക്ലമേഷൻ പ്രൊജക്റ്റുകളൊക്കെ നടത്തിയിട്ടാണ് പിന്നീട് കാണുന്ന ഒരു തുറമുഖ നഗരമായിട്ടുള്ള വലിയ രീതിയിലേക്ക് വികസിപ്പിച്ചു കൊണ്ടുവന്നത്. അപ്പം അങ്ങനെയാണ് ബോംബെ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ കിട്ടുന്നത്. ഇനി കൽക്കട്ട. 1698 സുധനദി, കാലിക്കട്ട, ഗോവിന്ദ്പൂർ എന്നീ 3 ഗ്രാമങ്ങൾക്ക് ചുറ്റും ബ്രിട്ടീഷുകാർ പണിത കോട്ടയാണ് വില്യം കോട്ട, ഫോർട്ട് വില്യം. ക്രമേണ ഈ പ്രദേശം പട്ടണമായി മാറി കൽക്കട്ട എന്ന പേരിൽ അറിയപ്പെട്ടു. അപ്പം ഏതൊക്കെയാണ് 3 ഗ്രാമങ്ങൾ എന്ന് ഓർത്തിരിക്കുക കേട്ടോ: സുധനദി, കാലിക്കട്ട, ഗോവിന്ദപുരം. അപ്പം ഇങ്ങനെയാണ് ഈ 3 പ്രദേശങ്ങളും ബ്രിട്ടീഷുകാരുടെ അധീനതയിലാവുന്നത്. ഇനി നാട്ടുരാജ്യങ്ങളും കമ്പനിയും. അപ്പം നാട്ടുരാജ്യങ്ങളുടെ കാര്യം പറയുമ്പോൾ ഇവിടെ പ്രത്യേകിച്ചും മൈസൂർ, അവിടുത്തെ കാര്യമാണ് പറയുന്നത്. മൈസൂരിലെ റെസിസ്റ്റൻസ് ആരായിരുന്നു? അവിടുത്തെ മെയിൻ ടിപ്പു സുൽത്താൻ ആയിരുന്നു അല്ലേ? അപ്പം അവിടുത്തെ കാര്യങ്ങളാണ് ഈ ഒരു ഏരിയയിൽ പറയുന്നത്. ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ യുദ്ധത്തിലൂടെയും നയതന്ത്രത്തിലൂടെയുമാണ് ബ്രിട്ടീഷുകാർ കീഴ്പ്പെടുത്തിയത്. ദക്ഷിണേന്ത്യയിലെ നാട്ടുരാജ്യമായിരുന്ന മൈസൂരും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ, ആംഗ്ലോ മൈസൂർ വാർസ്. മൈസൂർ ഭരണാധികാരിയായിരുന്ന ഹൈദർ അലിയും മകൻ ടിപ്പു സുൽത്താനുമാണ് മൈസൂർ സേനയെ നയിച്ചത്. അപ്പം 4 തവണയാണ് ഈ ഒരു ആംഗ്ലോ മൈസൂർ വാർ നടന്നിട്ടുള്ളത്. അതിൽ 1782 ഹൈദരാലിയുടെ മരണാനന്തരം ടിപ്പു സുൽത്താൻ മൈസൂർ സേനയെ നയിച്ചു. 1799 4ാം മൈസൂർ യുദ്ധത്തിൽ കമ്പനി സൈന്യം ടിപ്പു സുൽത്താനെ വധിച്ചതോടെ മൈസൂർ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി. അപ്പോൾ ഇത് ഓർക്കുക, ഏത് യുദ്ധത്തിലാണ്? 4ാം മൈസൂർ യുദ്ധത്തിലാണ്
ടിപ്പു സുൽത്താനെ വധിക്കുന്നത്. അങ്ങനെ എന്തായി, മൈസൂരും ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും മറാത്ത രാജ്യവും തമ്മിൽ നടന്നതാണ് ആംഗ്ലോ മറാത്ത യുദ്ധങ്ങൾ. അപ്പം മൈസൂരിന്റെ കാര്യം പറഞ്ഞല്ലോ, അതുപോലെ തന്നെ നടന്നതാണ് ആംഗ്ലോ മറാത്ത വാർസ്. അത് മറാത്ത രാജ്യവും തമ്മിലാണ് കേട്ടോ. അപ്പൊ 3 ആംഗ്ലോ മറാത്ത യുദ്ധത്തോടെ മറാത്ത ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ബ്രിട്ടീഷ് നിയന്ത്രണത്തിലായി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും സിഖുകാരും തമ്മിൽ നടന്ന ആംഗ്ലോ സിഖ് യുദ്ധങ്ങളിലെ സിഖുകാരുടെ പരാജയത്തോടെ പഞ്ചാബ് ബ്രിട്ടീഷ് അധീനതയിലായി. അപ്പൊ എന്താണ്, ആംഗ്ലോ മൈസൂർ വാർസ് നടന്നിട്ടുണ്ട്. അങ്ങനെ മൈസൂർ പിടിച്ചെടുത്തു. ആംഗ്ലോ മറാത്ത വാർ നടന്നു, മറാത്ത റീജിയണും പിടിച്ചെടുത്തു. അതുപോലെ തന്നെ സിഖുകാരെ പരാജയപ്പെടുത്തി പഞ്ചാബും പിടിച്ചെടുത്തു. അങ്ങനെ നാട്ടുരാജ്യങ്ങളുമായിട്ട് എന്താണ് യുദ്ധം നടത്തിയിട്ടുണ്ട്. ഇതിന്റെയൊക്കെ ഇയേഴ്സ് ഞാൻ PDF കൊടുക്കുമ്പോൾ ഇവിടെ സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ PDF ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഇതിന്റെയൊക്കെ വർഷങ്ങളും കൂടെ ഒന്ന് നോക്കിപ്പോവാ. പിന്നെ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മുന്നേ വീഡിയോയിൽ ചെയ്തത് കൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാത്തത്. ഇതൊക്കെ SCERT ഇങ്ങനെ വായിച്ചു പോവാന്നുള്ളതാണ്. ഇനി ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയിട്ടുള്ള നികുതി നയങ്ങൾ, പ്രധാനപ്പെട്ട 3 നികുതി നയങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ്, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യം വന്നിട്ടുള്ളതും അതാണ്. അപ്പം ശാശ്വത ഭൂനികുതി വ്യവസ്ഥ 1793 അത് അവര് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഏതൊക്കെ പ്രദേശങ്ങളിലായിരുന്നു? ബംഗാൾ, ബീഹാർ, ഒറീസ. ബംഗാൾ, ബീഹാർ, ഒറീസയിലാണ് ഈ ഒരു പെർമനന്റ് സെറ്റിൽമെന്റ് കൊണ്ടുവരുന്നത്. ആരാണ് നടപ്പിലാക്കിയത്? കോൺവാലിസ് പ്രഭു ആയിരുന്നു. അതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഭൂവുടമകളായിരുന്ന ജമീന്ദാർമാർ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഉയർന്ന നിരക്കിൽ നികുതി പിരിച്ചു. വിളവിലുള്ള ഏറ്റക്കുറച്ചിലുകൾ പരിഗണിക്കാതെ നിശ്ചിത തുക കർഷകർ നിർബന്ധമായും നികുതിയായി നൽകണമായിരുന്നു. അപ്പൊ എന്താണ്, അവർക്ക് വിളവ് കൂടുതലാണോ അല്ലെങ്കിൽ ക്രോപ്പ് ഫെയിലിയർ ഉണ്ടായോ അതൊന്നും ഒരു കാര്യമല്ല. എന്താണ്, ഈ പറഞ്ഞ എമൗണ്ട് കൃത്യമായിട്ട് കിട്ടണം. അങ്ങനെയായിരുന്നു ഈ ഒരു പെർമനന്റ് സെറ്റിൽമെന്റിന്റെ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഇനി റയട്ട്വാരി സമ്പ്രദായം 1820 എവിടെയാണ്? ദക്ഷിണേന്ത്യയിൽ ഡെക്കാൻ റീജിയനിലാണ് ഇത് നടപ്പിലാക്കിയത്. ആരാണിത് കൊണ്ടുവന്നത്? തോമസ് മൺറോയും അലക്സാണ്ടർ റീഡും. അവരെന്താണ് ചെയ്തത്? കർഷകരെ ഭൂവുടമകളായി പരിഗണിച്ചു. ബ്രിട്ടീഷുകാര് കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിച്ചു. നികുതി നൽകുന്നതിൽ വീഴ്ച വരുത്തിയ കർഷകരുടെ ഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. അപ്പൊ കർഷകരിൽ നിന്ന് നേരിട്ട് പിരിക്കുന്ന ഒരു സമ്പ്രദായമായിരുന്നു റയട്ട്വാരി. ഇനി മഹൽവാരി സമ്പ്രദായം 1822 മഹൽവാരി സിസ്റ്റം കൊണ്ടുവരുന്നത്. ഏതൊക്കെ റീജിയനിലായിരുന്നു? ഉത്തരേന്ത്യ, മധ്യേന്ത്യ, പഞ്ചാബ്. ആരാണിത് ഇംപ്ലിമെന്റ് ചെയ്തത്? ഹോൾട്ട് മെക്കൻസി ആണ് ഇത് നടപ്പിലാക്കിയ വ്യക്തി. അവരെന്താണ്, മഹൽ എന്ന് പറഞ്ഞാൽ തന്നെ ഗ്രാമം എന്നാണ് അർത്ഥം വരുന്നത്. അപ്പം റയട്ട് എന്ന് പറഞ്ഞാൽ കർഷകൻ എന്നാണ് അർത്ഥം വരുന്നത്. അപ്പം അതുകൊണ്ടാണ് റയട്ട്വാരി, കർഷകനിൽ നിന്ന് നേരിട്ട്. മഹൽവാരി എന്ന് പറയുമ്പോൾ ഒരു ഗ്രാമത്തിന്റെ മൊത്തം യൂണിറ്റ് അല്ലെങ്കിൽ ആ ഒരു ഗ്രാമത്തിൽ നിന്നുള്ള എമൗണ്ട് ഒരുമിച്ച്. അപ്പൊ അതാണ് മഹൽവാരി. അപ്പൊ ഒരു ഗ്രാമത്തെ ഒരു യൂണിറ്റ് ആയിട്ട് കണക്കാക്കി നികുതി പിരിച്ചു. നികുതിയിൽ വീഴ്ച വരുത്തുന്ന ഗ്രാമത്തെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. അപ്പം ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമാക്കിയിട്ട് ആ ഒരു യൂണിറ്റിനെ മാറ്റി. അപ്പൊ അതാണ് മഹൽവാരി സമ്പ്രദായത്തിൽ കൊണ്ടുവരുന്നത് കേട്ടോ. ഇനി ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാരുടെ ഈ പറഞ്ഞ നികുതി നയങ്ങൾ എങ്ങനെയാണ് കർഷകരെ ബാധിച്ചത്? എങ്ങനെയാണ്? ഉയർന്ന നിരക്കിലുള്ള നികുതി അടയ്ക്കാൻ കർഷകർ ബുദ്ധിമുട്ടി. വെള്ളപ്പൊക്കമോ വരൾച്ചയോ മൂലം കൃഷിനാശം സംഭവിച്ചാലും നികുതി ഇളവ് ലഭിച്ചില്ല. കർഷകർക്ക് കൃഷിഭൂമി നഷ്ടപ്പെടാതിരിക്കാൻ പണമിടപാടുകാരെ ആശ്രയിക്കേണ്ടി വന്നു. കടക്കെണിയിൽപ്പെട്ട കർഷകർക്ക് ഭൂമി നഷ്ടപ്പെട്ടു. ഇപ്പൊ ശരിയാണല്ലേ? അതായത് ഇവര് ഹൈ എമൗണ്ട് ഓഫ് ടാക്സ് പറയുമ്പം അത് അടയ്ക്കാനുള്ള പൈസ ഈ കർഷകരുടെ കയ്യിൽ ഉണ്ടാവില്ല. അപ്പൊ അവരെന്ത് ചെയ്യും? എത്ര എന്താ പറയാ, ഇപ്പൊ ഒരു വലിയ നാച്ചുറൽ കലാമിറ്റി വന്നാലോ അല്ലെങ്കിൽ ഇവരുടെ കൃഷിനാശം സംഭവിച്ചാലോ ഒന്നും ഒരു തരത്തിലുള്ള കൺസെഷനും കിട്ടുന്നില്ല. അപ്പൊ കയ്യിൽ പൈസ ഇല്ലാണ്ടാകുമ്പോൾ ഇവരെന്ത് ചെയ്യും? മണി ലെൻഡേഴ്സിന്റെ കയ്യിൽ നിന്ന് ഈട് വെച്ചിട്ട് പൈസ വാങ്ങും. ചിലപ്പോൾ ഇവരുടെ കൃഷിഭൂമിയും വീടും ഒക്കെ പണയം വെക്കും. എന്നിട്ട് പൈസ വാങ്ങി ടാക്സ് അടയ്ക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവർക്ക് അടുത്ത തവണ കൃഷി ഇറക്കാനാണെങ്കിലും കയ്യിൽ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. അപ്പൊ അതിനും വീണ്ടും കടം വാങ്ങി വലിയൊരു കടക്കെണിയിലേക്ക് പോകും. അവസാനം ഇവരെന്ത് ചെയ്യും? ഇവരുടെ ഭൂമിയും വീടും ഒക്കെ നഷ്ടപ്പെട്ട് ആ ഒരു ദാരിദ്ര്യത്തിലേക്ക് ദാരിദ്ര്യത്തിലേക്ക് വീണു പോകും. അപ്പൊ അതുപോലെ തന്നെയാണ് കൈത്തൊഴിലുകാരുടെ അവസ്ഥ. കർഷകർ മാത്രമല്ല, കൈത്തൊഴിലുകാരും ഹാൻഡിക്രാഫ്റ്റ് വർക്ക് ചെയ്തിരുന്ന ആളുകളൊക്കെ എന്ത് ചെയ്തിരുന്നു? ഈ പറഞ്ഞ പോലെ ദുരിതത്തിൽപ്പെട്ടിട്ടുണ്ട് ബ്രിട്ടീഷുകാരുടെ നയങ്ങൾ കാരണം. ബ്രിട്ടനിൽ നിന്നുള്ള യന്ത്രനിർമ്മിത ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യപ്പെട്ടു. അവയുമായുള്ള മത്സരം മൂലം കൈത്തൊഴിലുകാരുടെ ഉൽപ്പന്നങ്ങളായ പരുത്തിപ്പട്ട്, കമ്പിളി വസ്ത്രങ്ങൾ, മൺപാത്രം, തുകൽ, ഭക്ഷ്യ എണ്ണ തുടങ്ങിയവയുടെ വിപണി നഷ്ടപ്പെട്ടു. ഇത് കരകൗശല തൊഴിലിൽ ഏർപ്പെട്ടിരുന്നവരുടെ തൊഴിൽ നഷ്ടപ്പെടുന്നതിന് കാരണമായി. പലരും തങ്ങളുടെ പരമ്പരാഗത കൈത്തൊഴിലുകൾ ഉപേക്ഷിക്കാൻ നിർബന്ധിതരായി. അല്ലെ, ഇപ്പൊ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഇങ്ങനത്തെ പ്രോഡക്ട്സ് അവർക്ക് ചീപ്പായിട്ട് മെഷീനറി
ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ ഇവിടുത്തെ ഹാൻഡിക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്ന ആളുകൾ അത്രയും എഫേർട്ട് ഇട്ട് കഷ്ടപ്പെട്ട് ചെയ്യുമ്പം അവർക്ക് ഇങ്ങനെ മെഷീൻ മെയ്ഡായിട്ട് ഈസിലി കൊണ്ടുവരുന്ന ഈ ഗുഡ്സിനോട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റാണ്ടായി. അത് കുറച്ചും കൂടെ ചീപ്പായിട്ട് അവൈലബിൾ ആവും അല്ലേ, മെഷീൻ മെയ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ. പക്ഷെ നമുക്ക് അത്രയും ചീപ്പറായിട്ട് കൊടുക്കാനും പറ്റില്ല. അപ്പോൾ വിലയുടെ കാര്യത്തിലും അതുപോലെ ക്വാളിറ്റീൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും ആ ഒരു കോമ്പറ്റീഷനിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാണ്ടായി. അങ്ങനെ പരമ്പരാഗതമായിട്ടുള്ള കൈത്തൊഴിലുകൾ ഉപേക്ഷിച്ച് മറ്റു പണികളിലേക്ക് ഇവർക്ക് പോകേണ്ടി വരും. അപ്പം അങ്ങനെയാണ് ബ്രിട്ടീഷുകാരുടെ നികുതി നയങ്ങൾ ഇവിടുത്തെ സമൂഹത്തിനെ ബാധിച്ചത്. ഇനി ഈ ഒരു ചൂഷണത്തിനെതിരായുള്ള പോരാട്ടങ്ങൾ എന്തൊക്കെയായിരുന്നു? കുറേ റിവോൾട്ട്സ് ഉണ്ട് അല്ലേ, സന്യാസി റിവോൾട്ട്, മുണ്ട റിവോൾട്ട്, അങ്ങനെ കുറേ റിവോൾട്ടുകളുണ്ട്. അപ്പം നമുക്കത് ഏതൊക്കെയാണ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത് സന്യാസി കലാപങ്ങളെ കുറിച്ചിട്ടാണ്, സന്യാസി ഫക്കീർ കലാപം. അപ്പോൾ ഇതിൽ ഈ ഒരു സംഭവം കൊടുത്തിട്ടുള്ളത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠത്തിലെ ഒരു ഭാഗമാണ്. അപ്പോൾ അത് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. സന്യാസി റിബല്യനെ പറ്റിയിട്ടാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി ആനന്ദമഠത്തിൽ എഴുതിയിട്ടുള്ളത്. അപ്പം സന്യാസി റിബല്യനെ പറ്റിയിട്ടുള്ള ഒരു പുസ്തകമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ എഴുതിയിട്ടുള്ള ഒരു നോവലാണ് എന്ത്, ആനന്ദമഠം എന്ന് ഓർത്തിരിക്കുക. അപ്പം ആനന്ദമഠത്തിൻ്റെ പ്രമേയത്തിൽ എന്ത് കലാപം അല്ലെങ്കിൽ എന്ത് റിവോൾട്ടായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ എന്ത് പറയും? സന്യാസി ഫക്കീർ കലാപം. അതുപോലെ തന്നെ അതിൽ നിന്നാണ് നമ്മുടെ വന്ദേ മാതരം എടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മുടെ ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരം എടുത്തിട്ടുള്ളത് ആനന്ദമഠം എന്ന് പറയുന്ന നോവലിൽ നിന്നാണ്. 1882 ബംഗാളി ഭാഷയിലാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി ഈ ഒരു നോവൽ എഴുതുന്നത്. ഇനി ബംഗാളിലുണ്ടായ ക്ഷാമം പരിഹരിക്കുന്നതിന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി യാതൊരു ശ്രമവും നടത്തിയിട്ടില്ല. അതിനാൽ ദരിദ്രരായ കർഷകരും തൊഴിലാളികളും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. കർഷക കലാപത്തിന് സന്യാസിമാരുടെ പിന്തുണയും ഉണ്ടായിരുന്നു. അതിനാൽ ഇവ സന്യാസി കലാപങ്ങൾ എന്നറിയപ്പെടുന്നു. സന്യാസിമാരോടൊപ്പം ഫക്കീർമാരും ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിൽ അണിചേർന്നു. അതുകൊണ്ട് ഈ കലാപത്തെ സന്യാസി ഫക്കീർ കലാപം എന്നും വിളിക്കുന്നു. ഭവാനി പഥക്, മജ്നു ഷാ എന്നിവരായിരുന്നു സന്യാസി ഫക്കീർ കലാപത്തിന്റെ നേതൃത്വം നൽകിയത്. അപ്പോൾ ആരൊക്കെയായിരുന്നു? ഭവാനി പഥക് അതുപോലെ മജ്നു ഷാ ആയിരുന്നു ഇതിന്റെ ലീഡേഴ്സ്. അപ്പം ഇതിൻ്റെയൊക്കെ ഇയേഴ്സ് നമ്മൾ ലാസ്റ്റ് ഒരു ടൈം ലൈൻ പോലെ ഈ പിപിറ്റിൻ്റെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇയേഴ്സ് ഇവിടെ ഞാൻ സെപ്പറേറ്റ് എടുത്ത് പറയുന്നില്ല. ലാസ്റ്റ് ആ ഒരു ടൈം ലൈൻ നോക്കുക, കാരണം ക്രൊണോളജി നമ്മളോട് ചിലപ്പോൾ ചോദിക്കാം. ഇപ്പം ഇതിൽ ഏതാണ് ആദ്യം നടന്നത് അവസാനം നടന്നത് എന്നുള്ള ഓർഡറിലാക്കാനൊക്കെ ഒരു പക്ഷേ ചോദ്യം വരാം. അപ്പം അതുകൊണ്ട് ഞാനൊരു ടൈം ലൈന് ലാസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം അതൊന്ന് നോക്കിയിട്ട് പോവാം. ഇനി കൃഷിയിൽ നിന്ന് കലാപത്തിലേക്ക് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് പറയുന്നത് നമ്മുടെ നീലം കർഷകരുടെ എന്താണ് ഇൻഡിഗോ റിവോൾട്ട്, അതിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്, നീലം കർഷകരുടെ കലാപം. അപ്പോൾ ഇവിടെ എന്താണ്, ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിനെതിരെ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക കലാപമായിരുന്നു ബംഗാളിലെ നീലം കർഷക കലാപം. എപ്പോഴാണ് നടക്കുന്നത്? 1859. അപ്പോൾ ഇതിന് കാരണമായ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ബ്രിട്ടീഷുകാരായ തോട്ടക്കാർ, ഇൻഡിഗോ പ്ലാന്റേഴ്സ്, ഗ്രാമപ്രദേശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഫാക്ടറികൾക്ക് ആവശ്യമായ അമരിച്ചെടി കൃഷി ചെയ്യാൻ കർഷകരെ നിർബന്ധിച്ചു. അപ്പം അവർക്ക് ഇങ്ങനെ കോൺട്രാക്റ്റ് ഒക്കെ എഴുതിപ്പിച്ചിട്ടാണ് ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അപ്പം അഡ്വാൻസ് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇവരിത് ചെയ്യാൻ നിർബന്ധിതരാവാണ്. അപ്പം ഇവർക്ക് വേറെ കൃഷിയൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെ കർഷകരെ നിർബന്ധിച്ച് ഈ ഒരു കൃഷിയിലേക്ക് കൊണ്ടുവരാണ്. അമരിച്ചെടിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന നീലം ബ്രിട്ടീഷുകാർക്ക് മാത്രമേ വിൽക്കാൻ കഴിയുമായിരുന്നുള്ളൂ. നീലത്തിന് കമ്പോള വിലയേക്കാൾ താഴ്ന്ന വില മാത്രമാണ് കർഷകർക്ക് ബ്രിട്ടീഷുകാർ നൽകിയിരുന്നത്. കടുത്ത ഭക്ഷ്യക്ഷാമത്തിനും ചൂഷണത്തിനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും ഇത് വഴിതെളിച്ചു. കൃത്രിമ ചായം കണ്ടെത്തിയതോടെ നീലത്തിന്റെ ആവശ്യകത കുറഞ്ഞത് ദാരിദ്ര്യം വർദ്ധിപ്പിച്ചു. മറ്റു വഴികളില്ലാതെ കർഷകർ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രക്ഷോഭത്തിന്റെ പാതയിലേക്ക് തിരിഞ്ഞു. അപ്പം അതാണ്, ഇവരെ കൊണ്ട് ഇവിടെ നീലം മാത്രമേ കൃഷി ചെയ്യിപ്പിക്കൂ എന്നുള്ള രീതിയിലാക്കിയിട്ട് അവസാനം ഇവർക്ക് എന്താ പറയുക, വേറെ ഫുഡ് ക്രോപ്സ് ഒന്നും ഇവർ കൃഷി ചെയ്യാണ്ടായി. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇവർക്ക് എന്ത് ചെയ്തു? ഇവർക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ട് വേറെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കളേഴ്സ്, ആർട്ടിഫിഷ്യൽ ഡൈസ് കിട്ടാൻ തുടങ്ങി. അപ്പം അവർക്ക് അത് കുറച്ചും കൂടെ അഫോർഡബിളും ചീപ്പറും ആയിട്ട് കിട്ടാൻ തുടങ്ങിയപ്പോൾ നീലത്തിന്റെ ഡിമാൻഡ് കുറഞ്ഞു. ഈ നീലം കർഷകർ അവർ ഭയങ്കര ബുദ്ധിമുട്ടിലായി, സാമ്പത്തികമായിട്ടും ഭയങ്കര ബുദ്ധിമുട്ടിലായി. അപ്പം ആ ഒരു സിറ്റുവേഷനിലാണ് ഇവർ എന്ത് ചെയ്യുന്നത്? ബ്രിട്ടീഷുകാർക്കെതിരെ പ്രക്ഷോഭം നയിക്കുന്നത്. അപ്പം അതിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരൊക്കെയായിരുന്നു? ദിഗംബർ വിശ്വാസും അതുപോലെ തന്നെ വിഷ്ണു വിശ്വാസും. ദിഗംബർ വിശ്വാസും വിഷ്ണു വിശ്വാസിന്റെയും നേതൃത്വത്തിലായിരുന്നു നീലം കലാപത്തിന് തുടക്കം കുറിച്ചത്. ബംഗാളിലുടനീളം കലാപം പടർന്നു പിടിച്ചതോടെ കർഷകർ നീലം കൃഷി ഉപേക്ഷിച്ചു. തുടർന്ന് നീലം ഫാക്ടറികൾ ആക്രമിച്ചു. കൃഷിക്കാരുടെ പ്രതിരോധം ശക്തമായപ്പോൾ തോട്ടക്കാർ ഫാക്ടറികൾ അടച്ചുപൂട്ടുകയും ബംഗാളിൽ നീലം കൃഷി ഏതാണ്ട് ഇല്ലാതാവുകയും ചെയ്തു. അപ്പം നമ്മളോടൊരു ചോദ്യം വരികയാണ്, ഈ നീലം കർഷക സമരം ഒരു സക്സസ് ആയിരുന്നോ? അത് സക്സസ് ആയിരുന്നോ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? അത് സക്സസ് ആയിരുന്നു അല്ലേ. അവരവസാനം എന്ത് ചെയ്തു? ഈ ഫാക്ടറികൾ അടച്ചുപൂട്ടി നീലം കൃഷി ഇല്ലാതാക്കി. അതുപോലെ അവർ വേറെ കൃഷികളിലേക്ക് തിരിയാൻ തുടങ്ങി. ഇനി ഇതിനെ സംബന്ധിച്ച് ആരാണ്? ദിനബന്ധു മിത്ര എന്ന് പറയുന്ന ആളെഴുതിയ ഒരു നാടകമാണ് നീൽ ദർപ്പൺ. ഇതും പലതവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പം ദിനബന്ധു മിത്ര രചിച്ച നാടകമാണ് നീൽ ദർപ്പൺ.
1860 ഈ ഒരു നാടകം രചിക്കുന്നത്. എന്തിനെ പറ്റിയിട്ടാണ്? ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു നാടകമാണ് നീൽ ദർപ്പൺ എന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി അടുത്തത് പറയുന്നത് സാന്താൾ കലാപമാണ്. 18-ാം നൂറ്റാണ്ടിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അപ്പോൾ 18-ാം നൂറ്റാണ്ടില് ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നിലേക്ക് കുടിയേറി പാർത്ത ഗോത്ര ജനവിഭാഗമാണ് ആര്? സാന്താൾ എന്ന് പറയുന്ന ആ ഒരു വിഭാഗം. അപ്പം അവരുടെ അടുത്ത് നിന്ന് ഈ ഭൂവുടമകൾ അന്യായമായിട്ട് കരം പിരിക്കുക, അതുപോലെ തന്നെ മണി ലെൻഡേഴ്സ്, കൊള്ളപ്പലിശക്കാർ ഒരുപാട് കടം നൽകി ഇവരുടെ ധാന്യങ്ങളും വനവിഭവങ്ങളൊക്കെ തട്ടിയെടുക്കുക, ശരിക്കും ഇവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന, ആ ഒരു ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നേരിട്ട് ഇവരെ ചൂഷണം ചെയ്യുന്നത് ആരായിരുന്നു? ഭൂവുടമകളും അതുപോലെ കൊള്ളപ്പലിശക്കാരുമായിരുന്നു. പക്ഷെ അതിന് ഇൻഡയറക്ട്ലി പിൻബലം കൊടുത്തത് ആരായിരുന്നു? ബ്രിട്ടീഷുകാരായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ പിൻബലത്തോടു കൂടി എന്ത് ചെയ്യുമായിരുന്നു? ഇവരെ ഭയങ്കരമായിട്ട് ചൂഷണം ചെയ്യുമായിരുന്നു. ഇവരിൽ നിന്ന് ഇവരുടെ റിസോഴ്സസ് ഒക്കെ തട്ടിയെടുക്കുകയായിരുന്നു. അപ്പോൾ ഇതിനെതിരെയാണ് സന്താൾ ജനവിഭാഗം അവരും അതുപോലെ തന്നെ മറ്റു ഗോത്രങ്ങളെയും കൂടെ അണിനിരത്തിക്കൊണ്ട് ഒരു പോരാട്ടം നടത്തിയത്. അപ്പം ശരിക്കും ബ്രിട്ടീഷുകാർ ഇവരെ അവരുടെ നികുതി വർദ്ധിപ്പിക്കാനുള്ളൊരു സംഭവമായിട്ട് മാത്രം, ഒരു ഉപാധിയായിട്ട് മാത്രം കണ്ടുകൊണ്ട് ഇവരെ മാക്സിമം ചൂഷണം ചെയ്യാന്നുള്ളൊരു രീതിയിൽ നിൽക്കുമ്പം ഇവർ നേരിട്ട അനീതികൾക്കെതിരെ ഗോത്ര ജനതയെ അണിനിരത്തി 1855 ബ്രിട്ടീഷുകാർക്കെതിരെ സാന്താളുകൾ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഈ കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയത് ആരായിരുന്നു? സിദ്ധോ അതുപോലെ കാനു എന്ന് പറയുന്ന രണ്ടുപേരായിരുന്നു. അപ്പൊ സിദ്ധോയും കാനു അവരെ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ വധിച്ചു. കലാപം ക്രൂരമായി അടിച്ചമർത്തപ്പെട്ടെങ്കിലും ഗോത്ര ജനതയുടെ പ്രതിരോധ ചരിത്രത്തിലെ ഒരു സുപ്രധാന അധ്യായമായിട്ട് സാന്താൾ കലാപം മാറി. അപ്പം ഈ ഒരു സാന്താൾ കലാപം എന്ത് ചെയ്തു? അടിച്ചമർത്തപ്പെട്ടു. ലീഡേഴ്സ് ആരായിരുന്നു? സിദ്ധോവും കാനുവും 1855 കേട്ടോ. പിന്നെ ഈ സ്ഥലം എവിടെയാണ്? ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നിൽ. ഈ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കാം. ഇനി അടുത്തത് ഉൽഗുലൻ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഉൽഗുലൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് മുണ്ട റിവോൾട്ടിനെ പറ്റിയിട്ടാണ്. മുണ്ട കലാപത്തിനെയാണ് ഉൽഗുലൻ എന്ന പേരിലും അറിയപ്പെടുന്നത്. അപ്പം 19-ാം നൂറ്റാണ്ടിന്റെ അവസാന സമയത്താണ് ഈ ഒരു ഉൽഗുലൻ നടക്കുന്നത്. അപ്പം ആ ഒരു വർഗ കലാപം തന്നെയാണ് ഉൽഗുലൻ. മുണ്ടാ കലാപം എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. ഈ ഉൽഗുലാനിന്റെ അർത്ഥം വരുന്നത് വലിയ കോലാഹലം അല്ലെങ്കിൽ വലിയ ഇളക്കം എന്നാണ്. ഗ്രേറ്റ് ട്യൂമുൾട്ട് എന്നാണ് പറയുക. അപ്പൊ ഇന്നത്തെ ജാർഖണ്ഡിലെ മുണ്ട ഗോത്ര വിഭാഗങ്ങളുടെ ജനവാസ മേഖലയിൽ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തെ തകർത്ത് മുണ്ട രാജ് സ്ഥാപിക്കാൻ ബിർസ മുണ്ടയാണ് കലാപത്തിന് നേതൃത്വം നൽകിയത്. അപ്പൊ എന്താണ് മുണ്ട രാജ്? നമ്മളിപ്പോൾ സ്വരാജ് എന്നൊക്കെ പറയുന്ന പോലെ, നമ്മുടെ സ്വരാജ്യം പോലെ അവർക്ക് മുണ്ട രാജ് സ്ഥാപിക്കുക എന്നുള്ളൊരു ആശയത്തിന്റെ മേലിലാണ് ഈ ഒരു മുണ്ട റിവോൾട്ട് നടന്നത്. ആരായിരുന്നു ലീഡർ? ബിർസ മുണ്ടയായിരുന്നു അവരുടെ കലാപത്തിന് നേതൃത്വം നൽകിയത്. അപ്പം ഇത്രയും കാര്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി ഈ മുണ്ട റിവോൾട്ടിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്ന് പരിശോധിക്കാം. എന്തൊക്കെയാണ്? ബ്രിട്ടീഷ് കൊളോണിയൽ ചൂഷണവും ഭൂമി പിടിച്ചെടുക്കലും, അതുപോലെ പണമിടപാടുകാരുടെയും വ്യാപാരികളുടെയും സാമ്പത്തിക ചൂഷണം. ഈ ഒരു ഏരിയയിൽ വരുന്ന ഒരുവിധപ്പെട്ട എല്ലാ കലാപങ്ങളുടെയും മെയിൻ റീസൺസ് ഇതൊക്കെ തന്നെയാണ്. ചൂഷണവും അതുപോലെ പണമിടപാടുകാരുടെയും വ്യാപാരികളുടെയും സാമ്പത്തിക ചൂഷണവും. അപ്പൊ ഈ കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി 1899 മുണ്ട ഗോത്ര വിഭാഗം ബ്രിട്ടീഷുകാർക്കെതിരെ സായുധ കലാപം ആരംഭിച്ചു. എപ്പോൾ? 1899. ബ്രിട്ടീഷ് പോലീസുമായി പല സ്ഥലത്തും ഏറ്റുമുട്ടലുകൾ ഉണ്ടായി. റാഞ്ചിയിൽ നടന്ന വെടിവയ്പിൽ ഒട്ടേറെ ഗോത്രവിഭാഗക്കാർ കൊല്ലപ്പെട്ടു. മുണ്ട ഗോത്രവിഭാഗക്കാർ കൊല്ലപ്പെട്ടു. ബിർസ മുണ്ട തടവിലാവുകയും അവിടെ വെച്ച് മരണപ്പെടുകയും ചെയ്തു. അങ്ങനെ മുണ്ട റിവോൾട്ടിനെ ഇവരെ അടിച്ചമർത്തി. പക്ഷേ ഈ ബിർസ മുണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫിഗർ ആണ് കേട്ടോ. അപ്പം അദ്ദേഹത്തിനെ പറ്റിയൊരു ആഡഡ് ബോക്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു ടെക്സ്റ്റിൽ. അതൊന്ന് നമുക്ക് വായിച്ചു നോക്കാം. ബിർസ മുണ്ടയുടെ ജന്മദിനമായ നവംബർ 15 ജൻജാതീയ ഗൗരവ് ദിവസ് ആയി 2021 മുതൽ ഇന്ത്യയിൽ ആചരിക്കുന്നു. അപ്പൊ ആരുടെ ജന്മദിനമാണ് ജൻജാതീയ ഗൗരവ് ദിവസ് എന്ന് ചോദിച്ചാൽ ആരാണ്? മുണ്ട റിബല്യന്റെ ലീഡർ ആയിട്ടുള്ള ബിർസ മുണ്ടയുടെ ജന്മദിനമാണ്. നവംബർ 15 ജൻജാതീയ ഗൗരവ് ദിവസ് വരുന്നത്. 2021 മുതലാണ് ഇന്ത്യയിൽ ആചരിക്കുന്നത് കേട്ടോ. അത് ഓർത്തിരിക്കുക, 2021 മുതൽ. ഇനി ഇന്ത്യൻ പാർലമെന്റിൽ ഛായാചിത്രം സ്ഥാപിച്ച് ആദരിക്കപ്പെട്ടിട്ടുള്ള ഏക ഗോത്ര ജനതയുടെ നേതാവാണ് ബിർസ മുണ്ട. ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി ഇക്ബാൽ ദുറാനി രചിച്ച കൃതിയാണ് ഗാന്ധി സെ പഹ്ലെ ഗാന്ധി. അപ്പൊ ഗാന്ധി സെ പഹ്ലെ ഗാന്ധി എന്ന് പറയുന്ന കൃതി രചിച്ചത് ആരാണ്? ഇക്ബാൽ ദുറാനിയാണ്. ഇക്ബാൽ ദുറാനി ആരെയാണ് കേന്ദ്ര കഥാപാത്രമാക്കിയിട്ടുള്ളത്? ബിർസ മുണ്ടേനെയാണ് കേട്ടോ. അതുപോലെ തന്നെ ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി മഹാശ്വേതാദേവി രചിച്ച കൃതിയാണ് ഇത്? ആരണ്യർ അധികാർ. ആരാണ് എഴുതിയത്? മഹാശ്വേതാദേവി. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ഭാഗത്തു നിന്ന് ഓർത്തിരിക്കാം. ഇനി അടുത്തത് പോളിഗർ റിവോൾട്ട് ആണ്. പോളിഗർ റിവോൾട്ട് അത് ഇവിടെ പറയുന്നുണ്ട് തമിഴ്നാട്ടിലാണ് നടന്നിട്ടുള്ളത്. തമിഴ്നാട്ടിലെ സൈനിക തലവന്മാരെ പറയുന്ന പേരാണ് പോളിഗർ എന്നുള്ളത്. അപ്പം പോളിഗർ എന്ന് പറയുന്ന ആ ഒരു വേർഡ്
പാളയം അഥവാ സൈനിക താവളം എന്ന അർത്ഥം വരുന്ന പാളയക്കാർ എന്ന തമിഴ് പദത്തിൽ നിന്നാണ് പോളിഗർ എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായത്. അപ്പൊ സൈനികം, അവരുടെ സൈനിക താവളത്തിന് പാളയം എന്ന് പറയും. അവിടുത്തെ തലവന്മാര് അവരാണ് പോളിഗർ എന്ന് പറയുന്നത്. അപ്പൊ തിരുനെൽവേലിയിലെ പാഞ്ചാലം കുറിച്ചിയിലെ പോളിഗർ ആയിരുന്നു വീരപാണ്ഡ്യ കട്ടബൊമ്മനും ശിവഗംഗയിലെ പോളിഗർമാരായിരുന്ന മരുതുപാണ്ഡ്യ സഹോദരന്മാരും ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിൽ സുപ്രധാന പങ്കുവഹിച്ചവരായിരുന്നു. അപ്പൊ ഈ പോളിഗർ റിവോൾട്ടിന്റെ ലീഡേഴ്സ് ആരൊക്കെയാണ്? വീരപാണ്ഡ്യ കട്ടബൊമ്മനും അതുപോലെ ശിവഗംഗയിലെ പോളിഗർമാരായിരുന്ന മരുതുപാണ്ഡ്യ സഹോദരന്മാരും. ജനങ്ങളുടെ സംരക്ഷകൻ എന്ന നിലയിൽ ജനങ്ങളുമായി നല്ല ബന്ധമുണ്ടായിരുന്നു കട്ടബൊമ്മന്. ജനങ്ങളിൽ നിന്നുള്ള നികുതി പിരിവും പോളിഗറുടെ ചുമതലയായിരുന്നു. പാഞ്ചാലം കുറിച്ചിയിലെ ഭരണാധികാരി ബ്രിട്ടീഷുകാർക്ക് കീഴടങ്ങിയെങ്കിലും കട്ടബൊമ്മൻ അതിന് തയ്യാറായില്ല. നിലവിലുള്ള നികുതി വർദ്ധിപ്പിച്ച് ബ്രിട്ടീഷുകാർ ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിച്ചു. നികുതി പിരിവിനെ ചോദ്യം ചെയ്തതായിരുന്നു കട്ടബൊമ്മനെ ബ്രിട്ടീഷുകാരുടെ ശത്രുവാക്കിയത്. കട്ടബൊമ്മനും ശിവഗംഗയിലെ പോളിഗർമാരായിരുന്ന മരുതുപാണ്ഡ്യ സഹോദരന്മാരും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി വീരമൃത്യു വരിച്ചു. അപ്പൊ അവിടെയും എന്തെന്നെയാണ്? ഈ നികുതി തന്നെയാണ് പ്രശ്നം വരുന്നത്. അപ്പം ഇത് ഓർത്തിരിക്കുക. പോളിഗർ റിവോൾട്ട് ലീഡേഴ്സ് ആരായിരുന്നു? വീരപാണ്ഡ്യ കട്ടബൊമ്മനും മരുതുപാണ്ഡ്യ സഹോദരന്മാരും. സ്ഥലം തമിഴ്നാട്. ഇനി അടുത്തത് ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം 1721 നടക്കുന്നത്. എവിടെയാണ്? കേരളത്തിലാണ് അല്ലേ നടക്കുന്നത്. അപ്പം അതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്ക് എതിരെ നടന്ന ആദ്യകാല സംഘടിത കലാപമായിരുന്നു ആറ്റിങ്ങൽ കലാപം. അപ്പം ഏറ്റവും ആദ്യത്തെ തന്നെ സംഘടിത കലാപമായിരുന്നു ഇത് ആറ്റിങ്ങൽ കലാപം. അപ്പം ആദ്യകാല അസംഘടിത കലാപം ഉണ്ടായിരുന്നു. അത് ഏതാണെന്ന് അറിയോ? അതും കേരളത്തിൽ തന്നെയാണ് നടന്നിട്ടുള്ളത്. അത് അഞ്ചുതെങ്ങ് കലാപമായിരുന്നു. അഞ്ചുതെങ്ങ് റിവോൾട്ട് ആണ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ അസംഘടിത കലാപം. ആദ്യത്തെ സംഘടിത കലാപമാണ് ഏത്? ആറ്റിങ്ങൽ കലാപം. അപ്പൊ ഈ ആറ്റിങ്ങൽ കലാപം നടക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ ഈ പറഞ്ഞ ആഭ്യന്തര ഭരണ വിഷയങ്ങളിൽ ഇവർ ഇടപെടുകയും ബ്രിട്ടീഷുകാർ ഇടപെടുകയും അതുപോലെ തന്നെ ഇവിടെ വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ ഇവിടുത്തെ റാണിക്ക് എല്ലാ വർഷവും ഇങ്ങനെ പാരിതോഷികം നൽകുന്ന ഒരു പതിവുണ്ട്. അതായത് ഇവര് കുറെ സമ്മാനങ്ങളൊക്കെ കൊണ്ടുവന്ന്, പ്രത്യേകിച്ചും ബ്രിട്ടീഷുകാരും പോർച്ചുഗീസുകാരും ആരൊക്കെ ആണെങ്കിലും ഇവിടെ വന്ന് അവർ ഇവിടുത്തെ രാജാക്കന്മാരെയൊക്കെ ഒന്ന് സോപ്പിട്ട് ചാക്കിട്ട് പിടിക്കാനാണല്ലോ നോക്കിയിരുന്നത്. അപ്പൊ അതിന്റെ പേരായിട്ട് ഇവർ അവിടെ നിന്ന് കൊണ്ടുവന്ന ഒരുപാട് സമ്മാനങ്ങൾ, വിലമതിപ്പുള്ള സാധനങ്ങളൊക്കെ കൊടുത്ത് ഇവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുമായിരുന്നു. അപ്പം ഓരോ പുതുവർഷത്തിലും അങ്ങനെ കൊടുക്കാറുണ്ട്. 1721 ഇതുപോലെ പാരിതോഷികം കൊടുക്കാൻ വേണ്ടി പോയി. അപ്പം ഈ വർഷം എന്താണെന്ന് വെച്ചാൽ ഇവര് ആരുടെ നേതൃത്വത്തിലാണ് പോയത്? ഗിഫോർഡിന്റെ നേതൃത്വത്തിലാണ്. ഏകദേശം 140ഓളം പേരടങ്ങുന്ന ഒരു ബ്രിട്ടീഷുകാരുടെ സംഘമാണ് ഈ റാണിക്ക് സമ്മാനങ്ങൾ നൽകാൻ വേണ്ടിയിട്ട് പോയത്. പക്ഷെ ഇതെന്ത് ചെയ്തു? ഈ ഒരു പോക്കിനെ ഇവിടുത്തെ ചില നാട്ടുപ്രമാണികർക്കും അതുപോലെ ഭൂവുടമകൾക്കും അത്ര താല്പര്യപ്പെട്ടില്ല. കാരണം ഇത്രയും കാലം അവരുടെ മധ്യസ്ഥതയിൽ അല്ലെങ്കിൽ അവർ മുഖേനയായിരുന്നു ഇവര് റാണിയെ സമീപിച്ചിരുന്നത്. പക്ഷെ ഇനി ഇവരല്ലാതെ നേരിട്ട് റാണിയുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ വരിക എന്നുള്ളത് ശരിക്കും അവർക്കൊരു ചെറിയൊരു ആശങ്ക ഉളവാക്കിയിട്ടുണ്ടായിരുന്നു. ഏതെങ്കിലും തരത്തിൽ അവർക്കൊരു അപായത്തിന് ഇടവരുമോ, അല്ലെങ്കിൽ അവർക്ക് ഇവിടെ ഉള്ള റോള് അത് ഡിമിനിഷ് ആയി പോവോ, അല്ലെങ്കിൽ അവരുടെ മേലിൽ ബ്രിട്ടീഷ് ആധിപത്യം വരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതിന്റെ ഇടയിൽ തന്നെ ഈ പറഞ്ഞ പോലെ ഇവിടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട്. ജനങ്ങളെ ഇവിടുത്തെ ഒരു സന്തുലിതാവസ്ഥ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരാവുന്ന കാര്യങ്ങൾ ചെയ്യുന്നതും ഇവർ കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജനങ്ങളെല്ലാവരും ജാതി മത വർഗഭേദമന്യേ ഇവരെല്ലാവരും കൂടെ സംഘടിച്ചിട്ട് ഈ ഒരു സംഘത്തിനെ 140 പേരടങ്ങുന്ന ഈ ഒരു സംഘത്തിനെ ഇവർ ആക്രമിക്കുകയാണ്. അങ്ങനെ ആക്രമിച്ച് അവരെ മുഴുവൻ വധിക്കുന്നു. അതാണ് ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത്. അപ്പൊ ഇതാ ഇവിടെ പറയുന്നുണ്ട്, എവിടെ ആറ്റിങ്ങൽ റാണിക്ക് ഓരോ പുതുവർഷത്തിലും പാരിതോഷികങ്ങൾ നൽകുന്ന പതിവ് 1721 ആവർത്തിക്കാനായി ബ്രിട്ടീഷുകാർ ശ്രമിച്ചു. എന്നാൽ ഇത് ഏതെങ്കിലും തരത്തിലുള്ള അപായത്തിന് കാരണമാകുമെന്ന് ഭയന്നതിനാൽ ചില നാട്ടുപ്രമാണിമാർ എതിർത്തു. നാട്ടുപ്രമാണിമാർ മുഖേന മാത്രം പാരിതോഷികങ്ങൾ നൽകിയാൽ മതിയെന്ന അവരുടെ അഭിപ്രായത്തെ വകവയ്ക്കാതെ ഗിഫോർഡിന്റെ നേതൃത്വത്തിലുള്ള 140ഓളം പേര് എന്ത് ചെയ്തു? ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനങ്ങൾ നൽകാനായി എത്തി. അതാണ് സംഘർഷത്തിന് ഇടയാക്കിയത്. ഈ സംഘത്തെ വർഗവർണ്ണ ജാതി മത വ്യത്യാസമില്ലാതെ നാട്ടുകാർ ആക്രമിച്ചു വധിച്ചു. മാത്രമല്ല അഞ്ചുതെങ്ങിലെ ബ്രിട്ടീഷ് കോട്ട വളഞ്ഞ് ഉപരോധം ഏർപ്പെടുത്തി. അപ്പൊ എവിടെയാണ് അഞ്ചുതെങ്ങിലെ ഫോർട്ട്? അഞ്ചുതെങ്ങ് കോട്ടേനെ ഇവർ വളഞ്ഞ് ഉപരോധം ഏർപ്പെടുത്തി. അങ്ങനെ കേരളത്തിൽ ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ നടന്ന ആദ്യകാല സംഘടിത ജനകീയ പ്രക്ഷോഭം എന്ന നിലയിൽ ആറ്റിങ്ങൽ കലാപം പ്രധാനപ്പെട്ടതാണെന്നാണ് ഇവിടെ പറയുന്നത്. അത് ഓർത്തിരിക്കുക. ഇനി അടുത്തത് ഈ ഒരു ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരങ്ങളിൽ അല്ലെങ്കിൽ ആ ഒരു മുന്നേറ്റങ്ങളിൽ ഉള്ള ഒരു പ്രധാനപ്പെട്ട ഫീമെയിൽ ഫിഗർ ആണ് കിട്ടൂർ റാണി ചെന്നമ്മ. അപ്പം കിട്ടൂർ റാണി ചെന്നമ്മ എവിടെയായിരുന്നു? അവര് മറാത്ത റീജിയണിലുള്ള ഒരു രാജാവിന്റെ ഭാര്യയായിരുന്നു. അപ്പൊ എങ്ങനെയാണ് അവർ ഈ ഒരു സമരമുഖത്തേക്ക് എത്തിയതെന്ന് നമുക്ക് നോക്കാം.
ബ്രിട്ടീഷുകാരുടെ നയങ്ങൾ ഇന്ത്യയിലെ ഭരണാധികാരികളെയും ബാധിച്ചു. ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്ത് പോരാടിയ ധീര വനിതയായിരുന്നു കിട്ടൂർ റാണി ചെന്നമ്മ. മറാഠ ഭരണത്തിന്റെ മേൽക്കോയ്മ അംഗീകരിച്ച കർണാടകയിലെ നാട്ടുരാജ്യമായിരുന്നു കിട്ടൂർ. മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ വിജയിച്ചതോടെ കിട്ടൂർ പ്രദേശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലായി. അപ്പൊ ആംഗ്ലോ മറാത്ത വാറിന് ശേഷം മറാത്ത ബ്രിട്ടീഷിന്റെ കീഴിലേക്ക് പോയല്ലോ. അപ്പൊ മറാത്തയുടെ ഒരു എന്താ പറയാ കീഴിൽ കഴിഞ്ഞിരുന്ന ഒരു രാജ്യമായിരുന്നു ഈ പറഞ്ഞ കിട്ടൂർ. അപ്പൊ അവിടുത്തെ പ്രദേശവും അപ്പം മറാഠ പരാജയപ്പെട്ടതോടുകൂടി ഈ ഒരു പ്രദേശവും കൂടെ എന്തുണ്ടാവാണ് ബ്രിട്ടീഷുകാരുടെ അധീനതയിലേക്ക് ഓട്ടോമാറ്റിക്കലി പോവുമല്ലോ. അപ്പൊ അവിടുത്തെ രാജാവ് ആരായിരുന്നു? ശിവലിംഗ രുദ്രദേശായി ആയിരുന്നു കിട്ടൂരിന്റെ ഭരണാധികാരി. ആരായിരുന്നു? ശിവലിംഗ രുദ്രദേശായി. അദ്ദേഹത്തിന്റെ മരണശേഷം വിധവയായ ചെന്നമ്മ ഒരു ആൺകുട്ടിയെ ദത്തെടുക്കാൻ തീരുമാനിച്ചു. അത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തടയുകയും കിട്ടൂരിനെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ദത്താവകാശ നിരോധന നിയമം ഏർപ്പെടുത്തിയ സമയമായിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് വിധവയായ കിട്ടൂർ റാണി ചെന്നമ്മ ഒരു ആൺകുട്ടിയെ ദത്തെടുത്ത് അയാളെ ഇനി വരുന്ന രാജാവാക്കി വാഴിക്കാം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരെ സമ്മതിച്ചില്ല അല്ലെ. ഡോക്ട്രിൻ ഓഫ് ലാപ്സ് പ്രകാരം നിങ്ങളെ അത് നടക്കില്ല, എന്ത് ചെയ്യണം, ഇത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിലേക്ക് കൂട്ടിച്ചേർക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പൊ ഇതിനെ കിട്ടൂർ റാണി ചെന്നമ്മ എതിർക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ പ്രകോപിതയായ കിട്ടൂർ റാണി ചെന്നമ്മ ബ്രിട്ടീഷുകാരുമായി യുദ്ധം പ്രഖ്യാപിച്ചു. 1829 ബ്രിട്ടീഷുകാരുടെ തടവിൽ കഴിയവേ റാണി ചെന്നമ്മ മരണപ്പെട്ടു. അതാണ് കിട്ടൂർ റാണി ചെന്നമ്മയെ പറ്റി പറയാനുള്ളത് കേട്ടോ. ഇനി ഇവിടെ പറയുന്ന സൈനിക സഹായ വ്യവസ്ഥ, സബ്സിഡിയറി അലയൻസ് പോളിസി, അതുപോലെ തന്നെ ഡോക്ട്രിൻ ഓഫ് ലാപ്സ്, ദത്താവകാശ നിരോധന നിയമം, ഈ രണ്ട് പോളിസീസുമാണ് ഇവിടെ ബ്രിട്ടീഷ് ടെറിട്ടറി എക്സ്പാൻഷന് വേണ്ടിയിട്ട് അവരെ ഉപയോഗിച്ച രണ്ട് ഇൻസ്ട്രുമെന്റൽ ആയിട്ടുള്ള സാധനങ്ങൾ. അതായത് ഇവിടെ എന്താ പറയാ ഒരുപാട് നാട്ടുരാജ്യങ്ങളെ പിടിച്ചടക്കാനും അത് യുദ്ധത്തിലൂടെ അല്ലാതെ ഇങ്ങനത്തെ ടാക്ടിക്സ് യൂസ് ചെയ്ത് പിടിച്ചടക്കാൻ അവരുടെ ഒരു സാമ്രാജ്യത്വ വികസനത്തിന് സഹായിച്ചത് ഈ രണ്ട് പോളിസീസ് ആണ്. അപ്പൊ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് സൈനിക സഹായ വ്യവസ്ഥ, ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യത്വ വികസനത്തിനും കൂടുതൽ അധീശത്വം ഉറപ്പിക്കുന്നതിനും വേണ്ടി ഗവർണർ ജനറൽ ആയിരുന്ന ആരാണ്? വെല്ലസ്ലി ട്ടോ. വെല്ലസ്ലി പ്രഭു നടപ്പിലാക്കിയ പദ്ധതിയാണ് സൈനിക സഹായ വ്യവസ്ഥ. അപ്പൊ ആരാണ് സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ വെല്ലസ്ലി പ്രഭു. അതിൽ എന്താണ് അവർ പറയുന്നത്? അവർ കുറച്ച് വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ്? അതായത് ഈ സൈനിക സഹായ വ്യവസ്ഥയിൽ ബ്രിട്ടീഷുകാരുമായിട്ട് ഒപ്പുവെക്കുന്ന നാട്ടുരാജ്യങ്ങൾ ചില കാര്യങ്ങൾ പാലിക്കണം. അതെന്തൊക്കെയായിരുന്നു? സൈനിക സഹായ വ്യവസ്ഥയിൽ ഏർപ്പെടുന്ന നാട്ടുരാജാവ് കമ്പനി സൈന്യത്തിന്റെ ഒരു യൂണിറ്റ് തന്റെ രാജ്യത്തിനുള്ളിൽ സ്ഥിരമായി പാർപ്പിക്കണം. അപ്പം എന്താണ്? ഒരു ബ്രിട്ടീഷ് യൂണിറ്റിനെ സ്ഥിരമായിട്ട് ഈ നാട്ടുരാജ്യത്തിന്റെ ടെറിട്ടറിയിൽ പാർപ്പിക്കണം. അത് പാർപ്പിച്ചാൽ മാത്രം പോരാ, അവരുടെ ഫുൾ ചെലവും ഈ രാജാവ് വഹിക്കണം. അപ്പൊ കമ്പനിയുടെ സൈനിക വിഭാഗത്തിനുള്ള എല്ലാ ചെലവും സഖ്യത്തിൽ ഏർപ്പെടുന്ന രാജാവ് വഹിക്കണം. അതും കൂടാതെ പിന്നെ എന്താണ്? കമ്പനിയുടെ അനുമതി ഇല്ലാതെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുമായി സഖ്യത്തിൽ ഏർപ്പെടാൻ പാടില്ല. അപ്പൊ ഇവിടെ നമ്മളൊരു ബ്രിട്ടീഷിന്റെ ഈ പറഞ്ഞ യൂണിറ്റിനെ പാർപ്പിച്ച് ഈ സബ്സിഡിയറി അലയൻസ് പോളിസിയിൽ നമ്മൾ സൈൻ ചെയ്തു എന്നിരിക്കെ വേറൊരു ഫോറിൻ കൺട്രിയുമായിട്ടും എസ്പെഷ്യലി യൂറോപ്യൻ കൺട്രിയുമായിട്ടും എന്ത് ചെയ്യാൻ പാടില്ല? അലയൻസിൽ ഏർപ്പെടാൻ പാടില്ല, സഖ്യത്തിൽ ഏർപ്പെടാൻ പാടില്ല. ഇനി ബ്രിട്ടീഷ് ഗവർണർ ജനറലുമായി ആലോചിക്കാതെ ഒരു നടപടിയും സഖ്യരാജാവ് നടപ്പിലാക്കാൻ പാടില്ല. സഖ്യരാജാവ് തന്റെ രാജ്യത്ത് ഒരു ബ്രിട്ടീഷ് റെസിഡന്റിനെ താമസിപ്പിക്കണം. ഈ വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടാൽ നാട്ടുരാജ്യത്തെ ബ്രിട്ടീഷുകാർക്ക് പിടിച്ചെടുക്കാം. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? ഒരു യൂണിറ്റിനെ, ഒരു ആർമി യൂണിറ്റിനെ ഇവിടെ പാർപ്പിക്കണം, അവരുടെ ഫുൾ ചെലവ് നോക്കണം. അതുകൂടാതെ ഇവരുടെ ഗവർണർ ജനറലുമായിട്ട് ആലോചിക്കാതെ ഒരു കാര്യങ്ങളിലും നടപടി എടുക്കാൻ പാടില്ല. ഒരു റെസിഡന്റിനെ ഈ നാട്ടുരാജ്യത്തിൽ പാർപ്പിക്കണം. അതുപോലെ തന്നെ വേറൊരു ഫോറിൻ കൺട്രി, വേറൊരു യൂറോപ്യൻ കൺട്രിയുമായിട്ടും സഖ്യത്തിൽ ഏർപ്പെടാൻ പാടില്ല. സത്യം പറഞ്ഞാൽ ഇവർക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാനുള്ള ഒരു വ്യവസ്ഥ ഇല്ല. എന്നിട്ട് പറയാ ഇതൊക്കെ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ പറയുന്ന ഈ ഒരു വ്യവസ്ഥയിലോ പോളിസിയിലോ ഒപ്പിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ പ്രൊട്ടക്ഷൻ നമ്മൾ തരും. അങ്ങനെയാണ് പറയുന്നത് അല്ലേ? സൈനിക സഹായം, നമ്മൾ ഫുൾ സഹായം തരും, പക്ഷെ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം. ഇതിപ്പോൾ സഹായം എന്ന് പറഞ്ഞിട്ട് എന്താണ്? മൊത്തത്തിൽ നമ്മളെ ഒരു ഡിപ്പെൻഡൻസിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു പരിപാടിയായിരുന്നു അല്ലേ? അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ഒരു വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടാൽ നാട്ടുരാജ്യത്തിന് അങ്ങനെ തന്നെ ബ്രിട്ടീഷ് രാജ്യത്തിലേക്ക് കൂട്ടിച്ചേർക്കും. അങ്ങനെ ഒരുപാട് രാജ്യങ്ങളെ കൂട്ടിച്ചേർത്തിട്ടുമുണ്ട്. അപ്പൊ സബ്സിഡിയറി അലയൻസ് പോളിസി അങ്ങനെയായിരുന്നു. ഇനി ദത്താവകാശ നിരോധന നിയമം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രാജാവിന് അദ്ദേഹത്തിന് പിന്തുടർച്ചാവകാശികളായിട്ട് ആൺമക്കളില്ലാതെ മരിച്ചാൽ, ഇപ്പൊ പെൺമക്കളാണെങ്കിലും അല്ലെങ്കിൽ ഇനി ഒരു ദത്തെടുത്ത കുട്ടിയാണെങ്കിലും അവർക്ക് രണ്ടുപേർക്കും എന്തില്ല? അവകാശം പോവില്ല. അപ്പോൾ വേറൊരു അനന്തരാവകാശി അങ്ങനെ ദത്തെടുക്കാനും പറ്റില്ല. പിന്നെ പെൺകുട്ടികളുടെ കാര്യം പറയുന്നില്ല. പിന്തുടർച്ചാവകാശികളായിട്ട് ആൺമക്കളില്ലാതെ മരിച്ചാൽ അതെന്ത് ചെയ്യും? ബ്രിട്ടീഷ് രാജ്യത്തിലേക്ക് കൂട്ടിച്ചേർക്കും.
അതാണ് ദത്താവകാശ നിരോധന നിയമത്തിൽ പ്രധാനമായിട്ടും പറയുന്നത്. അപ്പോൾ ഒരു നാട്ടുരാജ്യത്തിലെ ഭരണാധികാരി പിന്തുടർച്ചാവകാശികളായി ആൺമക്കളില്ലാതെ മരിച്ചാൽ മറ്റൊരു കുടുംബത്തിൽ നിന്ന് ഒരാൺകുട്ടിയെ അനന്തരാവകാശിയായി ദത്തെടുക്കുന്ന സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു. എന്നാൽ ബ്രിട്ടീഷ് ഗവർണർ ജനറലായിരുന്ന ഡൽഹൌസി പ്രഭു നടപ്പിലാക്കിയ ദത്തവകാശ നിരോധന നിയമപ്രകാരം ദത്തെടുക്കാനുള്ള രാജാവിന്റെ അധികാരം ഇല്ലാതായി. അപ്പൊ ആരാണിത് കൊണ്ടുവന്നത്? ഡൽഹൌസി പ്രഭു ട്ടോ. സബ്സിഡിയറി അലയൻസ് കൊണ്ടുവന്നത് വെല്ലസ്ലി പ്രഭു, ഡോക്ടർ ഓഫ് ലാബ്സ് കൊണ്ടുവന്നത് ഡൽഹൌസി പ്രഭു. അനന്തരാവകാശി ഇല്ലാതാകുന്നതോടെ ആ നാട്ടുരാജ്യം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലാകും. അപ്പം ഇത് രണ്ടും പ്രകാരമാണ് എന്ത് ചെയ്തത്? ഒരുപാട് രാജ്യങ്ങളെ ഇന്ത്യയിലേക്ക് കൂട്ടിച്ചേർത്തത്, നാട്ടുരാജ്യങ്ങളെ. ഇനി ഇത് രണ്ടും അല്ലാതെ അവധ് എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട്. അവിടുത്തെ രാജാവിനെ ദുർഭരണം ആരോപിച്ച് എന്ത് ചെയ്തു? രാജാവിനെ പുറത്താക്കി ആ നാട്ടുരാജ്യവും ബ്രിട്ടീഷ് ഇന്ത്യയോട് അവർ കൂട്ടിച്ചേർത്തു. അപ്പം എന്താണ്? ദുർഭരണം ആരോപിച്ചിട്ട് അവധ് എന്ന് പറയുന്ന നാട്ടുരാജ്യത്തിനെയും ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. അപ്പൊ അതും ഓർത്തിരിക്കുക കേട്ടോ. ഇനി പറയുന്നത് 1857 കലാപത്തിന്റെ കാര്യമാണ്. അപ്പൊ 1857 കലാപത്തിന്റെ പ്രധാന കാരണം എന്തൊക്കെയാണ്? അത് പൊട്ടിപ്പുറപ്പെട്ടത് മീററ്റിലാണ് അല്ലെ. 1857 കലാപത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് മീററ്റിൽ നിന്നാണ്. സൈനികരാണ് അത് തുടങ്ങുന്നത്. പിന്നീടാണ് നാട്ടുരാജാക്കന്മാരും അതുപോലെ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന സംഘവും എല്ലാവരും ഇതിനെ ഏറ്റുപിടിച്ച് ഇതിനോട് അണിചേർന്ന് അതൊരു വലിയ കലാപമാക്കി മാറ്റുന്നത്. അപ്പൊ സൈനികര് ഇതിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള ആ ഒരു റീസൺ എന്തായിരുന്നു? അപ്പം ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരുന്നു. അതായത് അവരുടെ തലപ്പാവ് വെക്കുന്ന സിഖ് സൈനികർ തലപ്പാവ് വെക്കുന്നതിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ മുസ്ലിം സൈനികർ മറ്റേ ബിയേർഡ് താടി മീശ അതിനെയൊക്കെ പറ്റിയിട്ടും അവരുടെ കൾച്ചറൽ ആയിട്ടുള്ള സിമ്പിൾസ് അവർ യൂസ് ചെയ്യുന്നതിനെതിരെയൊക്കെ ആയിട്ട് ഓൾറെഡി കുറേ റെസ്ട്രിക്ഷൻസ് ഇവർ ഇമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ ഇവരുടെ മേൽ അത് അടിച്ചേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം അതൊക്കെ ഇവർ കുറേ അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷെ അവസാനം തീരെ പറ്റുന്നില്ല എന്നുള്ളൊരു സാഹചര്യം വന്നപ്പോഴാണ് സൈനികർ ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയുന്നത്. അപ്പൊ അതെന്തായിരുന്നു ആ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്? ബ്രിട്ടീഷ് പടയാളികളുടെ അത്ര തന്നെ സമർത്ഥരായിരുന്നെങ്കിലും ഇന്ത്യൻ സൈനികർക്ക് കുറഞ്ഞ വേതനവും മോശം ഭക്ഷണവും താമസ സൗകര്യമായിരുന്നു നൽകിയിരുന്നത്. അപ്പം ഒരേ റാങ്കിലുള്ള ഓഫീസർ ആണെങ്കിൽ പോലും ഡിഫറെന്റ് ട്രീറ്റ്മെന്റ് ആണ് ഇവർക്ക് കിട്ടിയിരുന്നത്. ഒരു സെക്കൻഡറി ട്രീറ്റ്മെന്റ് ആണ് ഇന്ത്യൻ സൈനികർക്ക് കൊടുത്തിരുന്നത്. അതൃപ്തി നിറഞ്ഞ ഈ സാഹചര്യത്തിലാണ് കമ്പനി പുതിയ തരം എൻഫീൽഡ് തോക്കുകൾ സൈനികർക്ക് വിതരണം ചെയ്തത്. അതിന്റെ വെടിയുണ്ടകൾക്ക് ഗ്രീസ് പുരട്ടിയ ഒരു കടലാസ് കവർ ഉണ്ടായിരുന്നു. തോക്കിൽ വെടിയുണ്ട നിറയ്ക്കുന്നതിന് മുമ്പ് ഈ കവർ കടിച്ചു കീറണമായിരുന്നു. കവറിൽ പുരട്ടിയിരുന്നത് പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പിൽ നിന്നുണ്ടാക്കിയ ഒരുതരം ഗ്രീസ് ആയിരുന്നു എന്ന പ്രചരണം സൈനികർക്കിടയിൽ ഉണ്ടായി. അപ്പൊ എന്താണ്? അത് ഇവർക്ക് ഹറാമാണല്ലേ. ഇപ്പൊ മുസ്ലിംസിനാണെങ്കിലും പന്നി ഹറാമാണ്, അതുപോലെ ഹിന്ദുസിനാണെങ്കിലും ഒരു ഡിവൈൻ ക്രീച്ചറാണ് പശു എന്ന് പറയുന്നത് അവർ കൺസിഡർ ചെയ്തിരുന്നത്. അപ്പൊ അതുകൊണ്ട് അവരുടെ ആ ഒരു കൊഴുപ്പ് എന്ന് പറയുമ്പം ഇവർക്കത് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇത് അവരുടെ മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നതായിരുന്നു. ഇതിനെതിരെ ആദ്യമായി പ്രതിഷേധിച്ചത് ആരാണ്? ബരക്പൂരിലെ സൈനികനായിരുന്ന മംഗൽ പാണ്ഡെ ആയിരുന്നു. ബരക്പൂരിലെ ആ ഒരു സൈനികനായിരുന്ന മംഗൽ പാണ്ഡെയാണ് ആദ്യമായിട്ട് ഇതിനെതിരെ പ്രതിഷേധിച്ചത്. അദ്ദേഹം തന്നെയാണ് പിന്നീട് ആദ്യത്തെ രക്തസാക്ഷിയായി മാറുന്നതും അല്ലെ. അപ്പൊ തോക്കിൽ വെടിയുണ്ട നിറയ്ക്കുന്നതിന് നിർബന്ധിച്ച ബ്രിട്ടീഷ് സൈനികനെ ആക്രമിച്ചതിന് മംഗൽ പാണ്ഡെയെ 1857 ഏപ്രിൽ 8 ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റി. ഇവിടെ ഇപ്പൊ 1857 കലാപത്തിനെ ആസ്പദമാക്കിയിട്ടുള്ള ചില സിനിമകളുടെയും സാഹിത്യകൃതികളുടെയും പേര് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് നോക്കാം. മോഹൻ സിൻഹയുടെ 1857, കേതൻ മെഹ്ത സംവിധാനം ചെയ്ത മംഗൽ പാണ്ഡെ ദ റൈസിംഗ്, ക്രിഷ് ജഗർലമുടിയുടെ മണികർണിക ദ ക്യൂൻ ഓഫ് ഝാൻസി എന്നീ ചലച്ചിത്രങ്ങൾ. അപ്പൊ ഈ 3 ചലച്ചിത്രങ്ങളാണ് കേട്ടോ. ഈ 3 ചലച്ചിത്രങ്ങളും അതുപോലെ തന്നെ മഹാശ്വേത ദേവിയുടെ ഝാൻസി റാണി, മലയാറ്റൂർ രാമകൃഷ്ണന്റെ അമൃതം തേടി എന്നീ നോവലുകളും 1857 കലാപം പശ്ചാത്തലമാക്കി രചിക്കപ്പെട്ടവയാണ്. അപ്പൊ ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. എങ്ങാനും ക്വസ്റ്റ്യൻ വന്നാൽ ആ ഒരു മാർക്ക് മിസ്സാവാതെ നോക്കുക. ഇനി അടുത്തത് ഈ ഒരു 1857 റയറ്റിന് അല്ലെങ്കിൽ ആ ഒരു കലാപത്തിന് നേതൃത്വം നൽകിയ ആളുകൾ, പിന്നെ അവരുടെ സവിശേഷതകളും. അപ്പൊ ഏതൊക്കെയാണ് സ്ഥലം, ആരൊക്കെയാണ് ലീഡേഴ്സ്, സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ് ഈ ബോക്സിൽ കൊടുത്തേക്കുന്നത്. അപ്പൊ SCERT കൊടുത്ത അതേ ബോക്സ് ആണ് കേട്ടത്. നമുക്ക് നോക്കാം. ഡൽഹിയിൽ ആരായിരുന്നു? ബഹദൂർ ഷാ രണ്ടാമനായിരുന്നു. കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചത് ആരെയാണ്? ബഹദൂർ ഷാ രണ്ടാമനെയാണ്. ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണ്, ഓർത്തിരിക്കുക കേട്ടോ. ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് ബഹദൂർ ഷാ രണ്ടാമനെ പ്രഖ്യാപിച്ചിട്ടാണ് അവർ ഈ ഒരു കലാപം നടത്തുന്നത്. ഇനി വിപ്ലവാനന്തരം ബ്രിട്ടീഷുകാർ റംഗൂണിലേക്ക് നാട് കടത്തി. എവിടേക്കാണ് നാട് കടത്തിയത്? റംഗൂണിലേക്ക്. ഇനി ജനറൽ ബക്ത് ഖാൻ, ബഹദൂർ ഷാ സെക്കൻഡിന്റെ സൈനിക ജനറൽ ആയിരുന്നു ജനറൽ ബക്ത് ഖാൻ.
ഝാൻസിയിൽ ആരായിരുന്നു? റാണി ലക്ഷ്മിബായി ഝാൻസിയിലെ ഭരണാധികാരിയായിരുന്നു. കാൺപൂരിൽ നാനാ സാഹിബ് ഉണ്ടായിരുന്നു, അതുപോലെ താന്തിയ തോപ്പി ഉണ്ടായിരുന്നു. നാനാ സാഹിബ് മറാത്ത ഭരണാധികാരിയായിരുന്നു. താന്തിയ തോപ്പി നാനാ സാഹിബിന്റെ സൈനിക തലവനായിരുന്നു. ഗറില്ല യുദ്ധമുറകൾ പ്രയോഗിച്ചത് ആരായിരുന്നു? താന്തിയ തോപ്പി. ഇത് ചോദിച്ചിട്ടുണ്ട്. 1857 റിവോൾട്ടിൽ ഗറില്ല യുദ്ധമുറകൾ ഉപയോഗിച്ചത് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ താന്തിയ തോപ്പി. ഇനി ലക്നൌവില് ബീഗം ഹസ്രത് മഹൽ ആയിരുന്നു, അവധിയിലെ ഭരണാധികാരിയായിരുന്നു. ബീഹാറിലെ ആരായിരുന്നു? കൻവർ സിംഗ്. ജഗദീഷ്പൂരിലെ കർഷക പ്രഭു ആയിരുന്നു കൻവർ സിംഗ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി 1857 റിവോൾട്ട്സിന്, ഈ കലാപത്തിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ എന്തൊക്കെയാണ് ആ പരിമിതികൾ? കലാപം ഉത്തരേന്ത്യയിലെ ഏതാനും ഭാഗങ്ങളിൽ മാത്രമായി ഒതുങ്ങി. അപ്പൊ കലാപം കൂടുതൽ എവിടെയാണ്? ഉത്തരേന്ത്യയിൽ മാത്രമാണ് നടന്നത്. അപ്പം കേരളത്തിലോ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ ഈ ഒരു കലാപത്തിന്റെ വലിയ അലയൊലികളൊന്നും ഉണ്ടായിട്ടില്ല. ഉത്തരേന്ത്യയിലായിരുന്നു കൂടുതലായിട്ട് കൺഫൈൻ ചെയ്തത്. കലാപത്തിന് സംഘടിത നേതൃത്വം ഉണ്ടായിരുന്നില്ല. ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറയാൻ പറ്റില്ല അല്ലെ. അതത് റീജിയൻസിൽ അവിടുത്തെ മെയിൻ ആയിട്ടുള്ള നാട്ടുരാജാക്കന്മാർ അത് നേതൃത്വം കൊടുത്തു എന്നല്ലാതെ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഒന്നും ഉണ്ടായിരുന്നില്ല. ഇനി കലാപകാരികളെക്കാൾ മെച്ചപ്പെട്ട സൈനിക ശേഷിയും സംഘാടന മികവും കമ്പനി സൈന്യത്തിനുണ്ടായിരുന്നു അല്ലെ. അവർക്ക് അങ്ങനെ ഒരു അപ്പർ ഹാൻഡ് ഉണ്ടായിരുന്നു. ഇനി ഇന്ത്യയിലെ മധ്യവർഗം പൊതുവെ കലാപത്തെ അനുകൂലിച്ചില്ല. ശരിയാണ് അല്ലെ. ഒരു മിഡിൽ ക്ലാസ് ആൾക്കാരൊന്നും ഇതിനങ്ങനെ പോയില്ല. കൂടുതലും റിവോൾട്ടിൽ ഏർപ്പെട്ടത് ആരാണ്? ഈ രാജ്യം നഷ്ടപ്പെടും എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഭരണാധികാരികളും അതുപോലെ തന്നെ ഇവരോടെതിരെയുള്ള ആ ഒരു എന്താ പറയാ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള അമർഷം ഉണ്ടായിരുന്ന, അത് വെച്ചു പുലർത്തിയിരുന്ന ഈ കർഷകരും ടാക്സ് റിഫോംസിനെതിരെ അവർക്ക് പോരാട്ടം നടത്തിയിരുന്ന ആ ഒരു താഴേക്കിടയിലുള്ള കമ്മ്യൂണിറ്റീസുമാണ് കൂടുതലായിട്ട് ഇവരോട് ഈ ഒരു കലാപത്തിന് ഏറ്റുമുട്ടാൻ വേണ്ടി പോയത്. ഇനി നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളിൽ ഒരു വിഭാഗം കലാപത്തിൽ നിന്നും വിട്ടുനിന്നു. ശരിയാണ്. ആ നഷ്ടം സംഭവിച്ച ഒരു കൂട്ടം രാജാക്കന്മാർ, അതായത് സ്വന്തം രാജ്യം നഷ്ടപ്പെടുന്ന ആ ഒരു രീതിയിൽ നിൽക്കുന്ന കുറച്ച് രാജാക്കന്മാരാണ് മെയിൻലി നേതൃത്വത്തിൽ വന്നത് അല്ലെ. ദത്തെടുക്കപ്പെട്ട ആളുകളും അതുപോലെ തന്നെ മക്കളെ ദത്തെടുത്തത് കൊണ്ട് രാജ്യം നഷ്ടപ്പെടും എന്നുള്ള രീതിയിൽ നിൽക്കുന്ന അങ്ങനെ കുറച്ചു പേരും, ഈ സബ്സിഡറി അലയൻസിന്റെ അതിൽ രാജ്യം നഷ്ടപ്പെട്ട കുറച്ച് രാജാക്കന്മാരും, അവരൊക്കെയാണ് അവരുടെ ഒരു ഇമോഷണൽ സംഭവത്തിന്റെ പുറത്താണ് ഇവർ യുദ്ധം ചെയ്യാൻ പോയത് അല്ലെ. അപ്പോൾ എല്ലാ നാട്ടുരാജാക്കന്മാരും അതുപോലെ തന്നെ ഈ ഒരു കലാപത്തിൽ ഏർപ്പെട്ടു എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല. ഇനി 1857 കലാപത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയെങ്കിലും അത് പിൽക്കാല ഇന്ത്യ ചരിത്രത്തിൽ ശ്രദ്ധേയമായ സ്വാധീനം ചെലുത്തി. എന്താണ് ആ സ്വാധീനം? പിന്നീടുള്ള ആ ഒരു കാലത്തിലേക്ക് എങ്ങനെയാണ് ഈ 1857 റയോട്ട് സ്വാധീനം ചെലുത്തിയത്? ഇന്ത്യയിലെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചിട്ട് ബ്രിട്ടീഷ് രാജ്ഞിയുടെ ക്രൗണിന്റെ നേരിട്ടുള്ള ഭരണമാണ് പിന്നീട് വന്നത്. അപ്പൊ ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായി 1857 റിവോൾട്ടിന് ശേഷം. ഗവർണർ ജനറൽ എന്നതിന് പകരം വൈസ്രോയി എന്ന പദവി നിലവിൽ വന്നു. ഇന്ത്യയുടെ പിൽക്കാല ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് പ്രചോദനമായി. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും പ്രധാനമായിട്ട് ഓർത്തിരിക്കുക. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ച് ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ട് ഭരിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ഗവർണർ ജനറൽ എന്നുള്ള പദവി മാറി ഇവിടെ ആരായിരുന്നു? വൈസ്രോയിമാര് വരാൻ തുടങ്ങി അല്ലെ. വൈസ്രോയി എന്നുള്ള ഒരു പദവി കൊടുക്കാൻ തുടങ്ങി, ഗവർണർ ജനറൽ എന്നുള്ള പദവി മാറ്റിയിട്ട്. പിന്നെ ഇനി ഫർദർ വരുന്ന ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് ഒരു പ്രചോദനമായിട്ട് 1857 റിവോൾട്ട് മാറി. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ കാര്യമായിട്ട് പറയുന്നത്. ഇനി നമ്മൾ ഈ ഒരു ഏരിയയിൽ കവർ ചെയ്ത് പോയ ആ ഇവന്റ്സിന്റെ ഒക്കെ വർഷങ്ങൾ ഒരു ടൈം ലൈൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്രൊണോളജിക്കലി അറേഞ്ച് ചെയ്യാന്നൊക്കെ പറഞ്ഞ ചോദ്യം വരികയാണെങ്കിൽ അതിന്റെ കാലക്രമത്തിൽ എഴുതാൻ പറയുകയാണ്. അങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ ഇത് പഠിച്ചിരിക്കണം. അപ്പം ആദ്യം ഇത് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കി പിടിച്ചെടുത്തത് എപ്പോഴാണ്? 1453. അതിനുശേഷമാണ് അവർ സമുദ്ര വഴിയിലൂടെ വരാൻ തുടങ്ങിയത് അല്ലേ. പോർച്ചുഗീസുകാർ ഇന്ത്യയിലെത്തിയത് 1498 ആദ്യമായിട്ട് പോർച്ചുഗീസുകാർ ഇന്ത്യയിലെത്തുന്നത്. പിന്നെ അതിന്റെ പിന്നാലെ ഡച്ചുകാർ 1605, ബ്രിട്ടീഷുകാർ 1608, ഫ്രാൻസ് 1664. ഇതിന്റെ ഇടയിൽ ഡാനിഷ് വരുന്നുണ്ട്. പക്ഷെ അവർക്ക് അങ്ങനെ പ്രസക്തമായിട്ടൊന്നും പഠിക്കാനില്ലാത്തതുകൊണ്ട് ജസ്റ്റ് മെൻഷൻ ചെയ്തേ ഉള്ളൂ. 1616 അവർ വരുന്നുണ്ട്. ഇനി ഓർഡർ നോക്കുക. ആദ്യം പോർച്ചുഗീസുകാർ, ഡച്ച്, ബ്രിട്ടീഷ്, ഫ്രാൻസ്. അപ്പൊ പോർച്ചുഗീസ്, ഡച്ച്, ബ്രിട്ടീഷ്, ഫ്രാൻസ് കേട്ടോ. ഇനി മദ്രാസ്, ബോംബെ, കൽക്കത്ത അത് മൂന്നും ബ്രിട്ടീഷുകാർ പിടിച്ചടക്കിയെന്ന് പറഞ്ഞില്ലേ. അപ്പൊ അവരുടെ അധീനതയിലേക്ക് അത് കൊണ്ടുവന്നത് ഏതൊക്കെ വർഷങ്ങളിലാണ്? മദ്രാസ് 1639, ബോംബെ 1662, കൽക്കത്ത 1698. അതുപോലെ തന്നെ 3 ഭൂനികുതി വ്യവസ്ഥ, അതിന്റെ വർഷങ്ങളും അറിഞ്ഞിരിക്കണം. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, പെർമനന്റ് സെറ്റിൽമെന്റ് 1793, റൈറ്റ് വാരി സിസ്റ്റം 1820, മഹൽവാരി സിസ്റ്റം വരുന്നത് 1822. ഈ 3 വർഷങ്ങളും ഇത് ഇംപ്ലിമെന്റ് ചെയ്ത ആളുകളുടെ പേരും ഉറപ്പായിട്ടും
വിട്ടുപോകാതെ പഠിക്കുക കേട്ടോ. ഇനി പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ ഏതൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത്? കുളച്ചിൽ യുദ്ധം പറഞ്ഞു അല്ലേ, 1741. കർണാട്ടിക് യുദ്ധങ്ങൾ സീരീസ് ഓഫ് 3 വാർസ് ആണ്, 3 യുദ്ധങ്ങളുടെ ഒരു സീരീസ് ആയിരുന്നു 1744 മുതൽ 1763 വരെ. പ്ലാസി യുദ്ധം 1757. ബക്സർ യുദ്ധം 1764. ആംഗ്ലോ മൈസൂർ യുദ്ധം 1767 മുതൽ 1799 വരെ. ഇനി പ്രധാനപ്പെട്ട കലാപങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഏതൊക്കെയായിരുന്നു? സന്യാസി ഫക്കീർ കലാപം 1773. ആറ്റിങ്ങൽ കലാപം 1721 വരുന്നുണ്ട്. പോളിഗർ കലാപം 1799 മുതൽ 1805 വരെ വരുന്നുണ്ട്. സാന്താൽ കലാപം 1855. നീലം കർഷക കലാപം 1859. മുണ്ട കലാപം 1899. പിന്നെ നമ്മൾ പഠിച്ചത് ഏറ്റവും അവസാനത്തെ 1857 കലാപം അല്ലെ. അപ്പൊ ഈ ഒരു ഇയേഴ്സ് ഒക്കെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ള PYQs കുറച്ച് നോക്കാം കേട്ടോ, പ്രധാനപ്പെട്ട മുൻവർഷ ചോദ്യങ്ങൾ. അപ്പം ഇവിടെ ഫസ്റ്റ് ചോദ്യം, താഴെ കാണിച്ച സംഭവങ്ങളെ കാലഗണന അനുസരിച്ച് ക്രമീകരിക്കുക. അപ്പോൾ കാലക്രമം ഇപ്പോൾ തന്നെ ടൈം ലൈൻ നോക്കിയല്ലേ ഉള്ളൂ. ബോംബെ ഡക്കാൻ മേഖലകളിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യമായി നികുതി പരിഷ്കാരം നടപ്പിലാക്കുന്നു. അത് ഏതാണ്? ബോംബെ ഡക്കാൻ റീജിയനിൽ കൊണ്ടുവന്നത്. ഡക്കാൻ റീജിയനിൽ റൈറ്റ് വാരിയാണ് അല്ലേ. റൈറ്റ് വാരി 1820 1820. ഇനി ബ്രിട്ടീഷ് പാർലമെന്റ് റെഗുലേറ്റിംഗ് ആക്ട്, അത് നമ്മൾ നോക്കാത്ത ഏരിയ ആണ്, അപ്പോൾ അതവിടെ നിൽക്കട്ടെ, അത് നമ്മൾ ഈ ചാപ്റ്ററിലല്ല. ഇനി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബംഗാളിൽ സ്ഥിര നികുതി സമ്പ്രദായം നടപ്പിലാക്കുന്നു. പെർമനന്റ് സെറ്റിൽമെന്റ് അല്ലെ, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ എന്ന് പറഞ്ഞു. അതേതാണ്? 1793 അല്ലെ, 1793. ഇനി സന്താൾ കലാപം. സന്താൾ കലാപം എന്നായിരുന്നു ഇയർ? 1855 അല്ലെ, 1855. അപ്പം ഈ 3 എണ്ണം നമുക്കറിയാവുന്ന ഈ 3 എണ്ണം വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് വരിക? CAD. അപ്പൊ CAD ഓർഡറിൽ വരുന്നത് ഏതാണ് ഇവിടെ? ഓപ്ഷൻ ബി ആണ് അല്ലെ, CAD ആ ഒരു ഓർഡറിൽ വരുന്നത്. അപ്പൊ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം വരുന്നത്. ബാക്കിയൊന്നും CAD എന്നുള്ള ഫോളോയിങ്ങിലല്ല വരുന്നത്. ഇനി അടുത്ത ചോദ്യം, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ട ഭരണാധികാരി ആരായിരുന്നു? ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ടത് ബഹദൂർ ഷാ രണ്ടാമൻ. ഇനി 1857 കലാപത്തിന് കാൺപൂരിൽ നേതൃത്വം നൽകിയത് ആരാണ്? കാൺപൂരിൽ നാനാ സാഹേബ് ആയിരുന്നു അല്ലെ. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം വരുന്നത്. ഇനി അടുത്ത ചോദ്യം, കുളച്ചിൽ യുദ്ധം നടന്ന വർഷം ഏതാണ്? 1741 അല്ലെ. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ഏതായിരുന്നു? ആറ്റിങ്ങൽ കലാപം. അഞ്ചുതെങ്ങ് ഏതാണ്? അസംഘടിത കലാപം. ഇനി ഇത് ഡിഗ്രി ലെവൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ്, ഞാൻ എന്നാലും റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ ഇട്ടതാണ് കേട്ടോ. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ വെച്ച് ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ 1857 കലാപത്തെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. 34ാമത് ബംഗാൾ നേറ്റീവ് ഇൻഫൻട്രിയിലെ യുവ ശിപ്പായി മംഗൾ പാണ്ഡെ തന്റെ മേലുദ്യോഗസ്ഥനെ വെടിവെച്ചു കൊന്നു. അപ്പൊ അതിനുശേഷമാണ് അദ്ദേഹത്തിനെ തൂക്കിക്കൊല്ലുന്നത്. അപ്പൊ അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി ഡൽഹിയെ പ്രതിരോധിക്കാൻ ബഹദൂർ ഷാ മരണം വരെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. അല്ലല്ലോ, ബഹദൂർ ഷായുടെ നമ്മൾ ആ ടേബിളിൽ നോക്കിയപ്പോൾ ലാസ്റ്റ് കണ്ടത് എന്താണ്? റങ്കൂണിലേക്ക് നാട് കടത്തിയെന്നാണ് അല്ലെ. അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി ജനറൽ ഹ്യൂ റോസ് ഝാൻസിയിലെ റാണി ലക്ഷ്മിഭായിയെ പരാജയപ്പെടുത്തി. ഇതാ കലാപകാരികളിൽ ഏക പുരുഷനായിരുന്ന സ്ത്രീ ഇതാ കിടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി 1857 കലാപം ദക്ഷിണേന്ത്യ ഉൾപ്പെടെ മുഴുവൻ ബ്രിട്ടീഷ് ഇന്ത്യയെയും ബാധിച്ചു. അതും നമ്മൾ ആ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് നോക്കിയപ്പം കണ്ടു അല്ലേ. ദക്ഷിണേന്ത്യയിലാണോ? ഇല്ല, ഉത്തരേന്ത്യയിൽ ലിമിറ്റഡ് ആയിരുന്നു എന്ന് പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ എല്ലാ നാട്ടുരാജാക്കന്മാരും ഒരുപോലെ ഒന്നും ഈ കലാപത്തിൽ പങ്കുകൊണ്ടിട്ടില്ല എന്നും പറഞ്ഞു. അപ്പൊ ഇതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇവിടെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് 1ഉം 3ഉം ആണ്. അപ്പൊ ഇതുപോലെ ആപ്ലിക്കേഷൻ ലെവലിൽ ക്വസ്റ്റ്യൻസ് കൂടുതൽ വരാം. നമ്മൾ പഠിച്ച കാര്യങ്ങൾ അങ്ങനെ തന്നെ ചോദിക്കാതെ ഇങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്ത ആൻസറിലേക്ക് എത്താൻ, ലോജിക്ക് വെച്ച ആൻസറിലേക്ക് എത്താനുള്ളത് നിങ്ങളിങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്ത് തന്നെ പഠിക്കണം കേട്ടോ. ഇനി ഏതാണ്? 1857 കലാപവുമായി ബന്ധപ്പെട്ട് ശരിയായ ജോഡികൾ. ഝാൻസി റാണി ലക്ഷ്മിബായി ശരിയാണല്ലേ. അതുപോലെ കാൺപൂരിൽ നാനാ സാഹിബ്. ഡൽഹിയിൽ ആരായിരുന്നു? ഭക്ത്ഖാൻ അദ്ദേഹത്തിന്റെ ജനറൽ ആയിരുന്നു അല്ലെ. അപ്പൊ ഇത് 3ഉം ശരിയാണ്, എല്ലാ ജോഡികളും. എ ആണ് കറക്റ്റ്. ഇനി അടുത്ത ചോദ്യം, 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്.
അപ്പം 1757 വിപ്ലവം ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ടത് സൂററ്റിലാണ്. അല്ല, ഞാൻ ക്ലാസ് എടുക്കുമ്പോഴേ പറഞ്ഞല്ലേ, മീററ്റിലാണ്, സൂററ്റിലല്ല. അപ്പോൾ ഒന്ന് തെറ്റാണ് കേട്ടോ. ഇനി ഡൽഹിയിലെ വിപ്ലവത്തിന്റെ നേതാവ് ബഹദൂർ ഷാ സെക്കൻഡ് ആയിരുന്നു. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഓപ്ഷൻ വെട്ടിക്കളയാം അല്ലേ, അതിലൊന്നുമില്ല, പിന്നെ രണ്ടുണ്ട്. ഇനി കാൺപൂരിൽ വിപ്ലവത്തിന്റെ നേതാവ് കൻവർ സിംഗ് ആയിരുന്നു. കൻവർ സിംഗ് ആയിരുന്നോ? അല്ല, നാനാ സാഹബ് ആയിരുന്നു അല്ലേ. അപ്പൊ ഇതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കൻവർ സിംഗ് എവിടെയായിരുന്നു? ബീഹാറിലായിരുന്നു അല്ലേ. ഇനി അവധിലും ലക്നൌവിലും വിപ്ലവം നയിച്ചത് ബീഗം ഹസ്രത് മഹൽ ആയിരുന്നു. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇവിടെ 1ഉം 3ഉം ആണ് തെറ്റായിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് ഉത്തരം വരുന്നത്. ഇനി അടുത്തത് 1857 നടന്ന ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന, അതായത് തെറ്റായ പ്രസ്താവനയാണ് നമ്മളോട് ചോദിക്കുന്നത്. മംഗൽ പാണ്ഡെ ആയിരുന്നു ആദ്യ രക്തസാക്ഷി. ശരിയാണ്. പിന്നെ ഹിന്ദു മുസ്ലിം ഐക്യം സമരത്തിന്റെ പ്രധാന സവിശേഷതയായിരുന്നു. അതെ അല്ലേ. അതായത് ഇൻഫൻട്രിയിൽ വർക്ക് ചെയ്യുന്ന ഹിന്ദു സൈനികരും അതുപോലെ മുസ്ലിം സൈനികർക്കും ഒരേപോലെ ബ്രിട്ടീഷുകാരോട് എതിർപ്പുണ്ടായിരുന്നു. മറ്റേ പശുവിന്റെയും പന്നീന്റെയും ഫാറ്റ് യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പം അവർ ഒരുമിച്ചിട്ടാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത്. അപ്പം അവിടെ ഒരു വർഗീയ വിദ്വേഷം അവർക്കിടയിൽ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അപ്പം ബിയും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കലാപശേഷം ഇന്ത്യയുടെ ഭരണ ചുമതല ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ട് ഏറ്റെടുത്തു. അതും ശരിയാണ്, നമ്മൾ കണ്ട സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ. ഇനി ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് ഝാൻസിയിലാണ്. വീണ്ടും ഝാൻസിയിലാണോ? അല്ല, മീററ്റിലാണ്. അപ്പൊ ഡി ആണ് ഇവിടെ ആൻസർ വരുന്നത്. ഡി ആണ് ഇവിടെ തെറ്റായിട്ടുള്ള ഉത്തരം. ഇനി അടുത്തത് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ സൈനിക സഹായ വ്യവസ്ഥയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏവ? ശരിയായതാണ് ചോദിച്ചിട്ടുള്ളത്. സൈനിക സഹായ വ്യവസ്ഥ നാട്ടുരാജാക്കന്മാർക്ക് പരിപൂർണ അധികാരം നൽകി. പരിപൂർണ അധികാരം നാട്ടുരാജാക്കന്മാർക്ക് നൽകിയോ? ഇല്ല, അവരുടെ അധികാരം പിടിച്ചെടുക്കാനാണ് ശ്രമിച്ചത്. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തന്നെ തെറ്റാണ്. ഒന്നുള്ളത് നമുക്കപ്പോൾ എലിമിനേറ്റ് ചെയ്ത് കളയാം. ഓപ്ഷൻ എ അല്ല, ഓപ്ഷൻ ഡി അല്ല. ഇനി സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജാവ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു സ്ഥിരം സൈന്യത്തെ നിലനിർത്തണം. അത് ശരിയാണ്. അപ്പൊ ഇതിൽ രണ്ടിലും രണ്ടുണ്ട്. ഇനി സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജാവിന് മറ്റ് വിദേശ രാജ്യങ്ങളുമായി ബന്ധം സ്ഥാപിക്കാവുന്നതാണ്. അങ്ങനെയാണോ പറഞ്ഞത്? അല്ലല്ലോ, സ്ഥാപിക്കാൻ പറ്റില്ല അല്ലെ. വേറൊരു യൂറോപ്യൻ കൺട്രിയുമായിട്ടും ബന്ധം സ്ഥാപിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ 3ഉം തെറ്റാണ്. ഓപ്ഷൻ സിയും നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. അപ്പോഴേ നമ്മൾ ഉത്തരത്തിലേക്ക് എത്തി. ഓൺലി 2 and 4 ആണ് കറക്റ്റ്. അപ്പൊ സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജ്യം ഒരു ബ്രിട്ടീഷ് റെസിഡന്റിനെ തലസ്ഥാനത്ത് നിർത്തണം. അത് രണ്ടുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ഇനി ശാശ്വത ഭൂനികുതി വ്യവസ്ഥയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ്? ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്തെ നികുതി പിരിച്ചെടുത്തിരുന്നത് ജമീന്ദാർ ആയിരുന്നു അല്ലെ. ശരിയാണ്. ജമീന്ദാരി സിസ്റ്റം എന്നും അറിയപ്പെട്ടിരുന്നു. അപ്പൊ ജമീന്ദാർ ആണ് എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി ശാശ്വത ഭൂനികുതി വ്യവസ്ഥ വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലാണ് നടപ്പാക്കിയിരുന്നത്. അപ്പൊ വടക്ക് പടിഞ്ഞാറ് എന്ന് പറയുമ്പോൾ എന്താണ്? നോർത്ത് വെസ്റ്റിലാണോ? നോർത്ത് വെസ്റ്റ് എന്ന് പറയുമ്പോൾ എവിടെയാണ് വരുന്നത്? പഞ്ചാബ് ആ ഒരു ഭാഗത്തൊക്കെ. അവിടെ ഏതാണ്? നമ്മുടെ മഹൽവാരി സിസ്റ്റം ആയിരുന്നു അല്ലെ. പഞ്ചാബിലൊക്കെ വന്നിരുന്നത് മഹൽവാരി സിസ്റ്റമാണ്. അപ്പൊ ഇത് തെറ്റാണ്. നമ്മൾ ഇത് ബംഗാളിലും ബീഹാറിലൊക്കെ ആയിരുന്നു ശാശ്വത ഭൂനികുതി വ്യവസ്ഥ വന്നത് അല്ലെ. ഇനി കോൺവാലിസ് പ്രഭു ഗവർണർ ജനറൽ ആയിരുന്ന കാലത്താണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത്. ആണോ? ആണ് അല്ലെ. അപ്പൊ ഇവിടെ 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത്. ഇനി അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ല സമരം നടത്തിയ നേതാവ് ആരായിരുന്നു? താന്തിയ തോപ്പെ ആണെന്ന് പറഞ്ഞിരുന്നു അല്ലെ. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഇനി താഴെ പറയുന്നവയിൽ ഫ്രാൻസിന്റെ അധിനിവേശ പ്രദേശം ഏതാണ്? ഫ്രാൻസിന്റെ പോണ്ടിച്ചേരി, കാരയ്ക്കൽ, യാനം അതൊക്കെയാണെന്ന് നമ്മൾ ആ മാപ്പ് നോക്കിയതായിരുന്നു അല്ലെ. അപ്പൊ അതിൽ നോക്കിയിട്ട് ബാക്കിയുള്ള യൂറോപ്യൻ കൺട്രികളുടെയും അധിനിവേശ പ്രദേശങ്ങളും കൂടെ പഠിച്ചു വെക്കാം. ഇനി ശാശ്വത ഭൂനികുതി വ്യവസ്ഥയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്തെ നികുതി പിരിച്ചെടുത്തിരുന്നത് ജമീന്ദാർ ആയിരുന്നു. ശരിയാണ് അല്ലെ. ജമീന്ദാരി സിസ്റ്റം എന്നറിയപ്പെടും. ഇനി ശാശ്വത ഭൂനികുതി വ്യവസ്ഥ വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലാണ് നടപ്പാക്കിയിരുന്നത്. വടക്ക് പടിഞ്ഞാറ് എന്ന് പറയുമ്പോൾ എവിടെയാണ്? നോർത്ത് വെസ്റ്റ്. അവിടെ പഞ്ചാബും രാജസ്ഥാനും ഗുജറാത്തും ഒക്കെ അല്ലേ ഉള്ളത്. അവിടെയാണോ? അല്ല. പെർമനന്റ് സെറ്റിൽമെന്റ് നമ്മൾ എവിടെയാണ് നടപ്പിലാക്കിയത്? ബംഗാൾ, ബീഹാർ, ഒറീസ ആ ഒരു റീജിയനിലാണ് അല്ലെ. അപ്പൊ അത് വടക്ക് പടിഞ്ഞാറല്ല. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി കോൺവാലിസ് പ്രഭു ഗവർണർ ജനറൽ ആയിരുന്ന കാലത്താണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത്. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ 1ഉം 3ഉം ആണ് കറക്റ്റ് വരുന്നത്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. അപ്പൊ ഇന്ത്യൻ ഹിസ്റ്ററിന്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഏതാണ് വെയിറ്റേജ് കൊടുത്ത് പഠിക്കേണ്ട ഭാഗങ്ങൾ, ഏത് ഏരിയാസ് എന്നാണ് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്നതെന്ന്. അപ്പോൾ ആ ഏരിയാസ് നല്ലപോലെ തറവായിട്ട് പഠിക്കുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ.
എക്സാം എഴുതുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കമൻസും ഫീഡ്ബാക്സും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിലൊന്ന് എഴുതി അറിയിക്കുക. So thank you so much for watching the video. Happy learning with Habitus.